ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അത് ഞാൻ ഉറപ്പ് പറയുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ ഇതാണ് കാരണം. നമുക്ക് ഒരാളുടെ മൈൻഡ് എങ്ങനെയാണ് നമുക്ക് റീഡ് ചെയ്യാൻ സാധിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, അയാൾ നമ്മളെപ്പറ്റി എന്തൊക്കെ വിചാരിക്കുന്നു, ഏതെല്ലാം കാര്യങ്ങളിലാണ് അദ്ദേഹം നമ്മളെപ്പറ്റി ചിന്തിച്ചു വെച്ചിരിക്കുന്നത് എന്നറിയാൻ സാധിക്കുന്നു. ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ, നിങ്ങളുടെ അമ്മായിയമ്മയാണെങ്കിലും നിങ്ങളുടെ കുടുംബക്കാരാണെങ്കിലും നിങ്ങളുടെ റിലേറ്റീവ്സ് ആണെങ്കിലും ഇനി ആരാണെങ്കിലും നിങ്ങളുടെ പാർട്ട്ണർ ആണെങ്കിലും നിങ്ങളെപ്പറ്റി എന്തൊക്കെയാണ് വിചാരിക്കുന്നത്, അയാൾ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ അയാളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ ആണെങ്കിലും കൈയുടെ എക്സ്പ്രഷൻ ആണെങ്കിലും അതുപോലെ തന്നെ കൈയുടെ ചലനം, കാലിൻ്റെ ചലനം, കണ്ണിൻ്റെ ചലനം എന്ന് വേണ്ട നമ്മുടെ ശരീരത്തിലെ നമുക്ക് ഈ ഒരു പഞ്ചേന്ദ്രിയങ്ങളുടെ ചലനം പോലും നമുക്ക് എങ്ങനെയാണ് മൈൻഡ് റീഡിലൂടെ അയാൾ എന്താണ് വിചാരിക്കുന്നതെന്ന് നമുക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാക്കി വെക്കാൻ പറ്റുന്ന ഒരു ജനറൽ പാക്കായിട്ടുള്ള എങ്ങനെയാണ് ഒരു പേഴ്സണെ നമുക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരിക, അതുപോലെ തന്നെ അയാൾ എന്താണ് മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ അതിലൂടെ നമ്മൾ പ്രോപ്പറായിട്ട് എങ്ങനെ പിന്നീട് നമുക്ക് നമ്മുടെ ഒരു സ്മൂത്തായിട്ട് കാര്യങ്ങൾക്ക് വേണ്ടി എങ്ങനെ ചരട് വലിക്കാം എന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയാം. വീഡിയോ കാണുന്ന അധികം പേരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കൂടാതെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വലിച്ചു നീട്ടാതെ നമ്മുടെ വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് എങ്ങനെയാണ് ഒരു പേഴ്സണെ മൈൻഡ് റീഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ പറയാറുണ്ട്, ഒരു മനസ്സറിയുന്ന യന്ത്രം എങ്ങാണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ഈ കൊച്ചിൻ്റെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങളെല്ലാം എനിക്കൊന്ന് അറിഞ്ഞെടുക്കാമായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ പാർട്ണർ, ഇങ്ങനെ എന്തുമായിരിക്കും വിചാരിച്ച് വെച്ചിരിക്കുന്നത്, ഇയാളുടെ മനസ്സും അറിയാൻ പറ്റുന്നില്ലല്ലോ, സൈക്കോളജിസ്റ്റ് ആയാൽ മതിയായിരുന്നു, മനസ്സൊക്കെ അറിയാൻ പറ്റുമായിരുന്നു. ഇനി നിങ്ങൾ അതൊന്നും തരേണ്ട ആവശ്യമില്ല കേട്ടോ. ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സറിയാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ ആദ്യം നോക്കുന്ന കാര്യം നമ്മുടെ ഫേസിൻ്റെ ഏറ്റവും നമുക്ക് വേണ്ടപ്പെട്ട ഒന്ന് തന്നെയാണ് നമ്മുടെ കണ്ണുകളെന്ന് പറയുന്നത് അല്ലേ. ഒരു കാര്യം നമുക്ക് കൃത്യമായിട്ട് കാണാനും അത് മനസ്സിൽ ചിത്രമാക്കി വെക്കുന്നതിനും എല്ലാ കാര്യങ്ങൾക്കും നമുക്കറിയാം കണ്ണിന് വിലയുണ്ട് അല്ലേ. കണ്ണില്ലെങ്കിൽ അറിയാം അല്ലേ, കണ്ണില്ലാത്തവനറിയാം കണ്ണിൻ്റെ വില. അപ്പോൾ കണ്ണെന്ന് പറഞ്ഞ ഒരു നിമിഷം നമുക്ക് കണ്ണിലൊരു ചൊറിച്ചിലോ കണ്ണിലൊരു അലർജി വരുമ്പോൾ അറിയാം ആ ഒരു കണ്ണ് ഇച്ചിരി നേരത്തേക്ക് നമുക്കുള്ള കണ്ണില്ലാത്തതിനൊരു അസ്വസ്ഥത. അപ്പോൾ നമുക്ക് കണ്ണിൽ തുടങ്ങി അതുപോലെ തന്നെ ശരീരത്തിലെ എല്ലാ പാർട്സിലേക്ക് പോകുന്ന ഒരു ജനറൽ സൈക്കോളജി പാർട്ടാണ് നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അതിനു മുമ്പ് തന്നെ, ഞാൻ ഇത് പറയുന്നതിന് മുമ്പ് തന്നെ ആദ്യം ഒരു സ്റ്റോറിയിലേക്ക് കടക്കാം. ഓക്കെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സ്റ്റോറിയാണ്. അപ്പോൾ നിങ്ങൾ പറയും, ഈ സ്റ്റോറി പറഞ്ഞ് സമയം കളയുന്നത് എന്തിനാണ്, കാര്യത്തിലേക്ക് അങ്ങ് കടന്നുകൂടെയെന്ന്. പക്ഷെ അങ്ങനല്ല. ഈ ഒരു സ്റ്റോറി കേൾക്കുമ്പോൾ നമ്മളൊരു കഥ പറയുമ്പോൾ നമ്മൾ പോയിന്റുകൾ പറയുന്നതിനേക്കാളും ബെറ്റർ എന്ന് പറയുന്നത് ആ ഒരു സ്റ്റോറി പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റോറി പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ ഒന്ന് കേട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഒരിടത്ത് ഒരു 2 സഹോദരന്മാരുണ്ടായിരുന്നു. ഒരു ചേട്ടനും ഉണ്ടായിരുന്നു, ഒരു അനിയനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ അനിയനെന്ന് പറയുന്ന ആ പുള്ളി കർഷകനായിരുന്നു. അപ്പോൾ കർഷകനും അതുപോലെ തന്നെ ചേട്ടൻ എന്ന് പറയുന്ന ആ പുള്ളി എന്ന് പറയുന്നത് അന്ധനായിരുന്നു. അതായത് അന്ധൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കാഴ്ചയില്ലാത്ത ഒരാളുമായിരുന്നു. അപ്പോൾ ഡെയിലി ഈ ചേട്ടൻ ഇങ്ങനെ കർഷകനായിരുന്നു. ഈ അനിയൻ എന്ന് പറയുന്ന ആൾ അന്ധനായിരുന്നു. ഓക്കെ, അപ്പോൾ അതിലൊരാൾ അന്ധനും ഒരാൾ കർഷകനുമായിരുന്നു. ഇത്രയും നിങ്ങൾ ആലോചിച്ചാൽ മതി. ഒരാൾ അന്ധനും ഒരാൾ കർഷകനുമായിരുന്നു. അപ്പോൾ ഒരാൾ ജോലി ചെയ്യുന്നു, ഒരാൾ അന്ധനായതുകൊണ്ട് തന്നെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഇയാൾ സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്ന കൃഷിനിലങ്ങളും കാര്യങ്ങളും ഒക്കെ രാവിലെ ആണെങ്കിലും രാത്രിയാണെങ്കിലും ഇദ്ദേഹത്തിന് ജോലി കഴിഞ്ഞ് ഇറങ്ങുന്ന ആ ഒരു സമയത്ത് കുറേ മൃഗങ്ങളും കാര്യങ്ങളും വന്നിട്ട് അവിടെ എല്ലാം വൃത്തികേടാക്കിയിടും. അതുപോലെ തന്നെ കൃഷിയെല്ലാം നശിപ്പിക്കും. മിക്കപ്പോഴും കാട്ടുപോത്ത്, അങ്ങനെയുള്ള കീരി, അങ്ങനെയുള്ള പല കാര്യങ്ങളും വന്നിട്ട് കൃഷി മൊത്തം നശിപ്പിച്ചിടാറായിരുന്നു പതിവ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഇത് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം അവിടെ സഹോദരങ്ങളിൽ ഒരാൾ അവിടെ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ അന്ധനായതുകൊണ്ട് വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ, അന്ധനല്ലേ, അപ്പോൾ ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല. അന്ധനായിട്ടുള്ള ഒരാളെ കൊണ്ട് എന്ത് ചെയ്യാനാണെന്ന് അദ്ദേഹം വിചാരിച്ചു. ഷെടാ, എനിക്കിത് പറ്റുന്നില്ലല്ലോ, ഞാൻ ജോലിയും കഴിഞ്ഞ് അടുത്ത ജോലി സ്ഥലത്തോട്ട് പോകുമ്പോഴത്തേക്ക് ഇവിടുത്തെ എൻ്റെ കൃഷിനിലങ്ങളും കാര്യങ്ങളും ഒക്കെ ഈ മൃഗങ്ങൾ വന്ന് നശിപ്പിച്ചിടുകയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യും എന്നാലോചിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, എന്തായാലും അന്ധനാണെങ്കിൽ കൂടിയും എല്ലാ കാര്യങ്ങളും തിരിച്ചറിയാനുള്ളൊരു കഴിവ് അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നമുക്കറിയാം. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് പ്രവർത്തിക്കാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉൾജ്ഞാനം എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. ആ ഒരു ജ്ഞാനം വഴി നമുക്ക് ഓപ്പോസിറ്റ് ഒരു പേഴ്സൺ
പേഴ്സൺ ആണ് നിൽക്കുന്നതെങ്കിലും നമുക്ക് കണ്ടില്ലെങ്കിൽ എന്താണ് അവിടെ ഒരു നിഴൽവെട്ടമോ എന്തെങ്കിലും നമുക്ക് ഓപ്പോസിറ്റിൽ ഒരു പേഴ്സൺ നിൽക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ, കണ്ണില്ലാത്തവർക്കാണെങ്കിൽ ഉറപ്പായിട്ടും അത് അറിയാൻ പറ്റും. അവർക്ക് അങ്ങനെ ഒരു വരദാനം അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് ദൈവം കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒരു ജ്ഞാനം അവിടെ ഒരു സംഭവം ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചേട്ടൻ പിടിച്ചിരുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ പുള്ളിയെ, ആ സഹോദരനെ ഇവിടെ പിടിച്ചിരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ സഹോദരന് അവിടെ ജോലി ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ മറ്റേ സഹോദരൻ എന്താണ് ജോലിക്ക് പോകുന്ന തക്കത്തിൽ ഈ അന്ധനായിട്ടുള്ള സഹോദരനോട് പറഞ്ഞു, സഹോദര ഇത് കണക്ക് നമ്മുടെ കൃഷിയിടങ്ങൾ മൊത്തം നശിച്ചു പോവുകയാണ്, മൊത്തം പോത്തും മാനും ഒക്കെ കയറി നശിപ്പിക്കുകയാണ്, മാനൊക്കെ വന്ന് നശിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നശിപ്പിക്കുകയാണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കാര്യം ചെയ്യുക, സഹോദരനൊന്ന് വന്ന് അവിടെ ഇരിക്കാമോ എന്ന് ചോദിക്കും. അപ്പോൾ സഹോദരൻ പറഞ്ഞു, അതിനെന്താ, ഞാൻ എന്തായാലും കുറേ നേരം ഇവിടെ വെറുതെ ഇരിക്കുകയാണ്, സമയം പോകാനായിട്ട് ഞാൻ ഒരു ജോലി ഇവിടെ ചെയ്യുന്നില്ല, വെറുതെ ഇരുന്ന് എന്താണ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതല്ലാതെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ ധൈര്യമായിട്ട് ഞാൻ അവിടെ വന്നിരിക്കാമെന്ന് പറയുന്നു. അങ്ങനെ മറ്റേ പുള്ളി എന്ത് ചെയ്യുന്നു, മറ്റേ പുള്ളി പല കൃഷിയിടങ്ങളിലേക്കും പോകുന്നു. ആ ഒരു സമയം നോക്കി ഈ അന്ധനായിട്ടുള്ള ആൾ ഈ കൃഷിയിടത്തിലേക്ക് വന്ന് ഇരിക്കുകയാണ്. കൃഷിയിടത്തിൽ ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, മറ്റൊന്നും തന്നെ അവിടെ ആ കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നില്ല. 3ാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് അവിടേക്ക് ഒരാൾ വരുന്നു. ആരാണെന്നറിയോ? അവിടേക്ക് ഒരു മാനാണ് വരുന്നത്. ആ മാൻ വന്ന് ഇടിച്ചു കയറി ആ കൃഷിയിടം നശിപ്പിച്ചിങ്ങനെ കിളച്ച് മറിച്ച് ഓടി അങ്ങ് പോവുകയാണ്. അപ്പം മാനിൻ്റെ പുറകെ വേറൊരാളും കൂടെ ഉണ്ടായിരുന്നു. ഒരു രാജാവാണ്, അതായത് തൊട്ടപ്പുറത്തെ ഒരു രാജ്യമുണ്ട്, ആ രാജ്യത്തിൽ നിന്ന് ഇത് പൊട്ടിച്ച് വന്നിട്ടൊരു മാനായിരുന്നു അത്. അപ്പോൾ ആ മാൻ ഇങ്ങനെ കയറി ഓടിപ്പോകുന്നതും കൃഷിയിടം നശിപ്പിച്ച് ഓടിപ്പോവുകയാണ്. ഓടിപ്പോയപ്പോൾ അന്ധൻ ഇങ്ങനെ ഇരിക്കുകയാണ്, ഒന്നും പ്രതികരിക്കാതെ. കാരണം അദ്ദേഹത്തിന് കണ്ണ് കാണുന്നില്ല എന്നത് വേറൊരു വസ്തുതയാണ്. അപ്പോൾ രാജാവ് വന്നിട്ട് ചോദിച്ചു, അതെ, ഇതിലൂടെ ഒരു മാൻ പോയത് നിങ്ങൾ കണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് ഈ അന്ധനായിട്ടുള്ള ആളെ എഴുന്നേറ്റു. രാജാവിനെ കാണുമ്പോൾ ഒരു ബഹുമാനമാണല്ലോ. അപ്പോൾ എഴുന്നേറ്റ് ശേഷം പറഞ്ഞു, ഇതേ പോയായിരുന്നു, പക്ഷെ ഞാൻ അന്ധനായതുകൊണ്ട് എനിക്ക് വലിയ തിട്ടമില്ല, മാനാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അതിങ്ങനെ മാനാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ്, മാനാണെന്ന് തോന്നുന്നെന്നോ? അല്ലല്ല രാജാവേ, അത് മാനായിരുന്നു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, മാനാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് എന്ന് എന്ത് ചെയ്തു, ഈ അന്ധനായിട്ടുള്ള സഹോദരൻ ആ രാജാവിനോട് ചോദിച്ചു. അപ്പോൾ രാജാവ് പറഞ്ഞു, എനിക്കതിനെ വേട്ടയാടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിനെ എന്ത് ചെയ്യുക, അതിൻ്റെ പുറവിന് ഇങ്ങനെ പോയത്, എനിക്കതിനെ തന്നെ വേണം. അപ്പോൾ രാജാവ് ഇങ്ങനെ പോകുന്ന വഴിയിൽ ഈ സഹോദരൻ പറഞ്ഞു, നിൽക്കൂ, നിങ്ങൾ ആ ഒരു മാനിനെ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഗുണവും ഉണ്ടാവില്ല, നിങ്ങൾക്കത് ശരിയാവത്തില്ല ആ മാൻ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അന്ധനായിട്ടുള്ള നീയാണോ എന്നോട് ഇത് ശരിയാവില്ല എന്ന് പറയാൻ കാരണം, എന്തുകൊണ്ട് നീ അത് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു, അത് വേറൊന്നുമല്ല, അത് ഒരു മാൻപേടയാണ്, അതൊരു സ്ത്രീയാണ്, അതായത് ഒരു പെൺമാനാണ്. അപ്പോൾ മാൻപേടയാണ്. അപ്പോൾ കൂടാതെ അതൊരു ഗർഭിണിയാണ്. അപ്പോൾ ഗർഭിണിയായിട്ടുള്ള മാൻപേടകളെ ആരും തന്നെ വേട്ടയാടില്ല, ഒരു രാജാവും വേട്ടയാടി ഭക്ഷിക്കില്ല എന്നാണ് സാധാരണ എനിക്കുള്ളൊരറിവ്. അപ്പോൾ പറഞ്ഞു, അന്ധനായിട്ടുള്ള നിനക്കെങ്ങനെയാണ് ആ മാൻപേട, അത് മാൻപേടയാണെന്നും അത് ഗർഭിണിയാണെന്നും നിനക്കെങ്ങനെ അറിയാം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെനിക്കറിയാം, നീ അന്ധനാണല്ലോ, അതെനിക്കറിയാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു, ഓഹോ അത്രയ്ക്കായോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈ രാജാവിൻ്റെ ഭടനെ വിളിച്ചിട്ട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് തന്നെ ആ മാനെ പിടിച്ചുകൊണ്ട് വരിക, പിടിച്ചുകൊണ്ട് വന്ന ശേഷം അത് ഗർഭിണിയാണോ അല്ലയോ എന്നൊന്ന് നോക്കാൻ പറഞ്ഞു, അത് ഗർഭിണിയാണോ മാൻപേടയാണോ എന്ന് ഉറപ്പിക്കാൻ പറഞ്ഞു. അതിനുശേഷം നീ പറഞ്ഞത് തെറ്റാണെങ്കിൽ നിനക്ക് ഉറപ്പായി ഞാൻ വധശിക്ഷ നൽകുന്നതാണെന്ന് പറഞ്ഞു. അതിനുശേഷം ഈ രാജാവ് നേരെ രാജാവിൻ്റെ സ്ഥലത്തേക്ക് പോകുന്നു. ഒരു ദിവസത്തിനുള്ളിൽ, ഒരു രാത്രി വെളുപ്പിക്കുന്നതിന് മുമ്പേ ഭടന്മാർ എന്ത് ചെയ്യുന്നു, ആ ഒരു മാനെ കൊണ്ടുവരുമ്പോഴത്തേക്ക് അവസാനം ഭടന്റെ ഭടന്മാരുടെ വാക്ക് കേട്ട് രാജാവ് ഞെട്ടിപ്പോവുകയാണ് ചെയ്യുന്നത്. കാരണം ആ മാൻപേടയായിരുന്നു. ആ അന്ധൻ പറഞ്ഞത് സത്യമാണ്, അന്ധനായിട്ടുള്ള ആ ഒരു സഹോദരൻ പറഞ്ഞത് സത്യമാണ്, അതൊരു മാൻപേടയാണ്. മാൻപേട കൂടാതെ അതെന്താണ്, ഗർഭിണിയാണ്. അപ്പോൾ ഇതറിഞ്ഞ രാജാവ് ആ മാൻപേട എന്ത് ചെയ്തു, വിട്ടു. അതിനുശേഷം രാജാവ് ഈ അന്ധനായ ആ സഹോദരനെ തേടി നേരെ വീണ്ടും ആ ഒരു ഗ്രാമത്തിലേക്ക് ചെല്ലുന്നു. അപ്പോൾ ഗ്രാമത്തിലേക്ക് ചെന്ന ശേഷം ഈ അന്ധനായിട്ടുള്ള ഈ ഒരു സഹോദരനോട് ചോദിക്കുകയാണ്, കുറച്ചധികം കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ചോദിച്ചറിയുകയാണ് ചെയ്യുന്നത്. അതായത് നീ ഒരു അന്ധനായണല്ലോ, പിന്നെ നിനക്ക് എങ്ങനെയാണ് ഇതിനെപ്പറ്റി അപ്പോൾ ഈ അന്ധനായ ബാലനോട് കാര്യങ്ങൾ ചോദിച്ചപ്പോഴത്തേക്ക് ഇദ്ദേഹം ഒന്നും പറഞ്ഞില്ല. അപ്പോൾ പകരം പറഞ്ഞു, എനിക്ക് എന്തായാലും എൻ്റെ കാര്യം, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണല്ലോ, അപ്പോൾ ഇനി ഞാൻ പറയുന്ന വേറൊരു കാര്യം അനുസരിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ അന്ധനായിട്ടുള്ള ഞാൻ എങ്ങനെയാണ് മറ്റുള്ള കാര്യങ്ങൾ തിരിച്ചറിയുന്നത്, എങ്ങനെയാണ് എനിക്കൊരു ശേഷി കിട്ടിയതെന്ന് ഞാൻ പറയാം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് പറഞ്ഞു, ശരിയെങ്കിൽ ആയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് ചോദിച്ചു, എന്താണ് നിനക്കിനി വേണ്ടത്, അതായത് നിൻ്റെ ഈ രഹസ്യം എനിക്കറിയണം, അപ്പോൾ എന്താണ് ഇതിന് വേണ്ടി നിനക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ
അപ്പോൾ പറഞ്ഞു എനിക്ക് അങ്ങയുടെ ഭാര്യയൊന്ന് ഒരു ദിവസത്തേക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിന് ദേഷ്യം വന്നു, എൻ്റെ ഭാര്യ ഒരു ദിവസത്തേക്ക് വേണമെന്നോ? അപ്പോൾ അല്ല, അങ്ങ് തെറ്റിദ്ധരിക്കരുത്, വേറൊന്നിനുമല്ല, എനിക്ക് കുറച്ച് നേരത്തേക്ക് എനിക്ക് ആ സ്ത്രീയോടൊന്ന് സംസാരിക്കണം, ആ രാജ്ഞിയോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ആ അദ്ദേഹത്തിൻ്റെ, അതായത് ഈ പുള്ളിയുടെ രഹസ്യം അറിയാൻ വേണ്ടി, അന്ധനായ പുള്ളിയുടെ രഹസ്യം, മനസ്സിലുള്ള രഹസ്യം എന്താണ് ജ്ഞാനം അറിയാൻ വേണ്ടി ഈ രാജാവ് എന്ത് ചെയ്തെന്നറിയോ? മനഃപൂർവ്വം തന്നെ എന്ത് ചെയ്തു? ഈ രാജ്ഞിയെ ഈ അന്ധനായിട്ടുള്ള ആൾക്ക് വിട്ടുകൊടുക്കുന്നു, ഒരു ദിവസത്തേക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അന്ധനായിട്ടുള്ള ആളും രാജ്ഞിയും ഒരു റൂമിലിരിക്കുകയാണ്. റൂമിലിരിക്കുമ്പോഴത്തേക്ക് ഈ അന്ധനായിട്ടുള്ള ആൾ രാജ്ഞിയോട് ചോദിക്കുന്നു, രാജ്ഞി, എനിക്കൊരു കാര്യം നിങ്ങളോട് ചോദിക്കാനുണ്ട്, ഞാൻ നിങ്ങളുടെ ദേഹത്തൊന്ന് തൊട്ടോട്ടെ എന്ന് മാത്രം ചോദിക്കുന്നു. അപ്പോൾ ഈ തൊട്ടോട്ടെ എന്ന് ചോദിക്കുന്ന ആ സമയം കേട്ടവാദി കേൾക്കാത്തവാദി എന്ത് ചെയ്യുന്നു? ഈ രാജ്ഞി വന്നിട്ട് ഈ അന്ധനായിട്ടുള്ള സഹോദരനെ നേരെ അടിക്കുകയാണ്. അടിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അടിച്ച് ദേഹം മൊത്തം അടിച്ച് ഇതാക്കുകയാണ്. അപ്പോൾ അടിയുടെയും ഇതിൻ്റെയും ദേഹത്ത് മൊത്തം രക്തവും അടിയും ഒക്കെ കാരണം അദ്ദേഹം എന്ത് ചെയ്തു? ഓടിയും ആ കൊട്ടാരത്തിൽ നിന്ന് ഓടി നേരെ രാജാവ് ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട്, രാജാവ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഓടി ചെല്ലുകയാണ്. അപ്പോൾ രാജാവ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഓടി ചെല്ലുമ്പോഴത്തേക്ക് രാജാവ് ചോദിച്ചു, നിന്റെ ദേഹം മൊത്തം രക്തക്കറയും അടിയുടെ പാടുകളുമാണല്ലോ, നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു. ചോദിച്ചപ്പോഴത്തേക്ക് രാജാവിനോട് ഈ അന്ധനായിട്ടുള്ള ആൾ പറയുകയാണ്, അങ്ങേ എനിക്ക് എനിക്ക് അവിടെ നിന്ന് അടിയും കാര്യങ്ങളും കിട്ടി, അപ്പോൾ നിങ്ങളുടെ രാജ്ഞിയുടെ കയ്യിൽ നിന്ന്, നിങ്ങളുടെ ഭാര്യയുടെ കയ്യിൽ നിന്ന് അടി കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ രാജാവ് ഭയങ്കര സന്തോഷവാനായി. അപ്പോൾ നീ എന്തോ തെറ്റ് ചെയ്തു, അതുകൊണ്ടാണല്ലോ നിനക്ക് അടി കിട്ടിയതെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അങ്ങനെ നിങ്ങളുടെ ഭാര്യയെ വിശ്വസിക്കാൻ കൊള്ളാത്തവളാണ് എന്ന് പറഞ്ഞു. അത് വിശ്വസിക്കാൻ കൊള്ളാത്തവളോ? അതെന്താ അങ്ങനെ പറയാൻ നീ കാരണം? എൻ്റെ ഭാര്യയാണോ നീ അങ്ങനെ പറഞ്ഞതെന്ന് പറയുന്നു. അപ്പോൾ അതേ, വിശ്വസിക്കാൻ കൊള്ളാത്തവളാണെന്ന് പറയുന്നു. അപ്പോൾ രാജ്ഞിയെ രാജാവിൻ്റെ മുന്നിലേക്ക് വിളിക്കുന്നു. മുന്നിലേക്ക് വിളിച്ചപ്പോഴത്തേക്ക് രാജ്ഞി എടുത്ത് ചോദിക്കുന്നു, എന്ത് കാര്യം പറയും? അപ്പോൾ പറഞ്ഞു, എനിക്ക് ഇയാൾ എന്നോട് ദേഹത്തൊന്ന് തൊട്ടോട്ടെ എന്ന് ചോദിക്കുന്നു, അപ്പോൾ ഞാൻ അടിയും കൊടുത്തു, ഇതാണ് കാര്യം എന്ന് പറഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു, നീ ചെയ്തത് തെറ്റല്ലേ, അതുകൊണ്ടാണല്ലോ രാജ്ഞി നിന്നെ അടിച്ചത്. അപ്പോൾ എൻ്റെ ഭാര്യയെ വിശ്വസിക്കാൻ കൊള്ളാവുന്നല്ലേ, വേറെ ആരെയും കൊണ്ട് തൊടിയിപ്പിക്കാൻ സമ്മതിക്കുന്നവളല്ലല്ലോ എന്ന് പറഞ്ഞു. അല്ല, ഞാൻ ചോദിച്ചത് തൊട്ടോട്ടെ എന്നാണ് ഞാൻ ചോദിച്ചത്. ഞാനൊന്ന് തൊട്ടോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവൾ എന്നെ തിരിച്ച് മറുപടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാമായിരുന്നു തൊടാൻ പറ്റില്ല, എനിക്ക് സമ്മതമില്ല എന്ന് പറയാമായിരുന്നു. പക്ഷേ സമ്മതമില്ല എന്ന് പറയുന്നതിന് പകരം അവിടെ എന്താണ് സംഭവിച്ചത്? സമ്മതമില്ല എന്ന് പറയുന്നതിന് പകരം എന്നെ അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ തൊട്ടോട്ടെ എന്ന് ഞാൻ മാന്യമായിട്ട് അവരോട് ചോദിച്ചു. പക്ഷേ അവർ എന്നോട്, ഞാൻ നിങ്ങളെ ഒന്ന് തൊട്ടോട്ടെ എന്ന് എന്നോട് തിരിച്ച് ചോദിച്ചില്ല, പകരം എൻ്റെ ദേഹത്തേക്ക് അടിക്കുകയാണ്, എന്നെ തിരിച്ച് എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ ശരീരത്തിൽ തിരിച്ച് തൊടുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ അവരെ ഒരിക്കലും വിശ്വസിക്കരുത്, അവർ വിശ്വസിക്കാൻ കൊള്ളാത്ത സ്ത്രീയാണെന്ന് ഞാൻ മനഃപൂർവ്വം പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടിട്ട് രാജാവിന്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാജാവിന് ഇവൻ നല്ല ബുദ്ധിയുള്ളവനാണല്ലോ, ഇവൻ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ യുക്തിബോധത്തോടാണല്ലോ പ്രവർത്തിക്കുന്നത്. രാജാവിന് അല്പം ഒരു തമാശ കൂടി, അല്ലെങ്കിൽ അല്പം ഒന്ന് തമാശയോട് കൂടി തന്നെ ഒരു ചെറിയൊരു പുഞ്ചിരി കൊടുത്ത് പിന്നെയും തുടർന്നു. അതെ, എനിക്ക് ഇത് മാത്രമല്ല, എനിക്ക് മറ്റുള്ള പല കാര്യങ്ങളും എനിക്കറിയണം. നീ ഇതൊക്കെ എങ്ങനെയാണ്, നീ ചിന്തിച്ചാണല്ലോ പല കാര്യങ്ങളും നീ പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് നിനക്ക് ഇതിനുള്ള കഴിവ് കിട്ടിയതെന്ന് പറയുന്നു രാജാവെ, നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സ്, അതായത് നമുക്ക് എല്ലാവർക്കും പഞ്ചേന്ദ്രിയങ്ങളുണ്ട്, പഞ്ചേന്ദ്രിയങ്ങൾ ചിലപ്പോൾ ഏറ്റക്കുറച്ചിലുകളോ വൈകല്യങ്ങളോ ഉണ്ടായിരിക്കാം എന്നെ പോലെ. അപ്പോൾ ഇത് കണക്ക് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള കഴിവുകളുണ്ട്. അപ്പോൾ ഒരാളുടെ മനസ്സ് തിരിച്ചറിയാൻ കഴിയുക എന്ന് പറയുന്നത് അവരുടെ മനസ്സ്, അതായത് അവരുടെ കണ്ണുകൾ കൊണ്ടോ കാതുകൾ കൊണ്ടോ മാത്രമല്ല, നമുക്ക് എങ്ങനെയാണ് അവരുടെ ചേഷ്ടകൾ കൊണ്ടും അവരുടെ പ്രവൃത്തി കൊണ്ടും അവരുടെ സംസാരം കൊണ്ടും ഒക്കെ നമുക്ക് ഒരാളുടെ ക്യാരക്ടർ മനസ്സിലാക്കാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എങ്കിൽ എനിക്കും അങ്ങനെ പറ്റണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, എനിക്കും അങ്ങനെ ഒരു പേഴ്സണായിട്ട് മാറണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കും കുറച്ച് കാര്യങ്ങൾ ഇതിന് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു തരാം, പക്ഷേ അതിന് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് കാര്യങ്ങൾ ആദ്യം പറഞ്ഞു തരാം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ, അപ്പോൾ ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ 3 കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് രാജാവ് പറഞ്ഞു, എനിക്ക് വേറൊരു സംശയം കൂടെ ഉണ്ട്, ഞാൻ എൻ്റെ അച്ഛൻ്റെ മോനാണോ അമ്മയുടെ മോനാണോ എന്ന് എനിക്ക് തെളിയണം, വർഷങ്ങളായിട്ട് എനിക്കൊരു സംശയത്തിൽ ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ പറഞ്ഞു, സംശയിക്കേണ്ട, നിങ്ങൾ അച്ഛൻ്റെ മോൻ തന്നെയാണ്. അപ്പോൾ പറഞ്ഞു, അപ്പോൾ എൻ്റെ സ്വന്തം അമ്മയല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പറഞ്ഞു, ഒരിക്കലും അല്ല എന്ന് പറയുന്നു. അപ്പോൾ ഈ അമ്മയോട് തന്നെ രാജാവ് ചോദിക്കുവാണ്, അമ്മേ ഇതുപോലെയാണോ? അപ്പോൾ പറയുന്നു, സത്യമാണ്, അദ്ദേഹം പറഞ്ഞ അന്ധനായിട്ടുള്ള ആൾ പറഞ്ഞത് സത്യമാണ്, നീ അച്ഛൻ്റെ മോനാണ്, എൻ്റെ മോനല്ല എന്ന രീതിയിൽ സത്യം പറയുന്നു. അപ്പോൾ രാജാവിന് വീണ്ടും അവനെപ്പറ്റി അറിയാനുള്ളൊരു ഉത്കണ്ഠ, അല്ലെങ്കിൽ അവനെപ്പറ്റി അറിയാനുള്ളൊരു ആകാംക്ഷ, ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകുന്നു. ആ ക്യൂരിയോസിറ്റിയിൽ നിന്ന് രാജാവ് വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നു, രാജാവേ, നിങ്ങൾ തികച്ചും ഒരു വ്യാപാരിയിലൂന്നിയ ഒരു പിശുക്കൻ കൂടിയാണെന്ന് പറയുന്നു. അപ്പോൾ പറയുന്നു, ഞാൻ പിശുക്കനാണെന്ന് നിനക്കെങ്ങനെ അറിയാമെന്ന് ചോദിച്ചപ്പോൾ ഈ അമ്മ, അതായത് അമ്മയും അടുത്തുണ്ടായിരുന്നു, രാജാവിൻ്റെ അമ്മയും അടുത്തുണ്ടായിരുന്നു. അപ്പോൾ അമ്മയും പറഞ്ഞു,
തീർച്ചയായും നീ ഒരു പിശുക്കൻ തന്നെയാണ്. അപ്പോൾ പറഞ്ഞു നീ പിശുക്കനാണെന്ന് എങ്ങനെ, അതായത് ഞാൻ പിശുക്കനാണെന്ന് നിനക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ അന്ധനായിട്ടുള്ള ആൾ പറയുകയാണ് ഇത്രയൊക്കെ കാര്യങ്ങൾ, കുറേ ഐഡിയകൾ, നമ്മുടെ മനസ്സറിയുന്ന കാര്യങ്ങൾ, കുറേ കാര്യങ്ങൾ എല്ലാം ചോദിച്ചറിയുമ്പോൾ, സാധാരണ ചെറിയൊരു കാര്യം ചോദിച്ചറിയുമ്പോൾ ഒരു രാജാവെന്ന നിലയിൽ ഓരോ ചോദ്യങ്ങൾക്കും ശരിയായിട്ടുള്ള ഉത്തരം പറയുമ്പോഴത്തേക്ക് എന്താണ് തരുന്ന സമ്മാനങ്ങൾ തരാറുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെയുള്ള ഒരു രീതിയിൽ സമ്മാനങ്ങൾ രാജാവ് തന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് രാജാവ് തികച്ചും ഒരു പിശുക്കനാണെന്ന് ഞാൻ എടുത്തെടുത്ത് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് അതിശയിച്ചു പോയി. ഇവൻ തികച്ചും ഒരു ബുദ്ധിശാലി തന്നെ. അതായത് ഒരു കൊട്ടാരത്തിൽ എൻ്റെ ഒരു അസിസ്റ്റൻ്റായിട്ട് നിർത്താനാണെങ്കിൽ തന്നെയും ആ ഒരു കൊട്ടാരത്തിൽ എല്ലാ കാര്യങ്ങളും മൊത്തത്തിൽ നോക്കാനുള്ള എല്ലാ കഴിവുകളും ആ ഒരു അന്ധനായിട്ടുള്ള ആൾക്കുണ്ട്. കണ്ണില്ലെങ്കിലും നമുക്കൊക്കെ കണ്ണുണ്ടെങ്കിലും പക്ഷേ ആ കണ്ണിൻ്റെ വില അറിയാൻ നമ്മൾ നിൽക്കുന്നു. പക്ഷേ അവന് കണ്ണില്ലാഞ്ഞിട്ടും അവന് മൊത്തത്തിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും മറ്റുള്ളവരുടെ മനസ്സറിയാനുള്ളൊരു ശേഷിയുണ്ട്. അപ്പോൾ നീ എനിക്ക് ഇന്ന് ഈ 3 വഴികൾ ഇനി പറഞ്ഞു തന്നില്ലെങ്കിൽ നിന്നെ ഈ കൊട്ടാരത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും പുറത്തേക്ക് വിടില്ല, നിനക്ക് ഞാൻ വധശിക്ഷ നൽകുമെന്ന് പറയുന്നു. അപ്പോൾ പറഞ്ഞു എനിക്ക് വധശിക്ഷയുടെ ആവശ്യമില്ല, ഞാൻ എല്ലാം തുറന്നു പറയാം. കാരണം എനിക്ക് നിങ്ങൾ അറിയാനുള്ളൊരു ആഗ്രഹം, അതായത് അറിവെന്ന് പറയുന്നത് മറ്റൊരാൾക്ക് പങ്കിടേണ്ടതാണ്. അപ്പോൾ ആ അറിയാനുള്ളൊരു ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനത് പറഞ്ഞു തരാമെന്ന് പറയുന്നു. അങ്ങനെയാണ് പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. ആ 3 കാര്യങ്ങൾ ഈ ഒരു കഥ, ഇപ്പം നിങ്ങൾ ഈ ഒരു കഥ കേട്ട് കാണും. അപ്പോൾ ഈ ഒരു കഥയിൽ നിന്നും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് എങ്ങനെയാണ് ഒരു പേഴ്സണിനെ അവരെ എങ്ങനെയാണ് നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നതിലുപരി അയാളുടെ മനസ്സ് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ സ്പോട്ടിൽ ഞാൻ ഒരാളോട് സംസാരിക്കുന്നു, അയാളെ എങ്ങനെയാണ് അയാളുടെ മനസ്സ് എനിക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നത്? വളരെ സിമ്പിളായിട്ടുള്ള വേയിലൂടെ അയാളുടെ മനസ്സ് എനിക്ക് റീഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഈ കഥ കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മുടെ പോയിന്റിലേക്ക് കടക്കാം. പോയിന്റ് 1 പറയുന്നത്, നമ്മൾ ആദ്യം നമുക്ക് വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് കാര്യം നമ്മൾ കണ്ണിൽ നിന്നാണ് തുടങ്ങുന്നത്. ഒരു കാര്യം നമ്മൾ ഒരാളോട് സംസാരിക്കുകയാണ്, അപ്പോൾ അയാൾ നമ്മുടെ കണ്ണിൽ നോക്കിയാണ് സംസാരിക്കുന്നതെങ്കിൽ അയാൾക്ക് നമ്മളോട് നല്ല താല്പര്യമുള്ളൊരു പേഴ്സൺ ആണെന്ന് വിചാരിക്കുക. നിങ്ങളോട് ഇഷ്ടമുള്ളൊരു പേഴ്സൺ ആയിരിക്കും. നിങ്ങളുടെ കണ്ണും അയാളുടെ കണ്ണും ഫേസ് ടു ഫേസ് വന്ന് ഓപ്പോസിറ്റ് അതേ ഒരു ഡയറക്ഷനിൽ, ഒരു നേർരേഖ ഡയറക്ഷനിൽ നിൽക്കുകയാണെങ്കിൽ ഞാൻ സംസാരിക്കുന്ന ആൾ എന്നോട് ഓപ്പോസിറ്റ് അതേ നേർരേഖയിൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ വെക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് നിങ്ങൾ പറയുന്ന കാര്യം അറിയാനുള്ളൊരു ആകാംക്ഷയുണ്ട്, നിങ്ങളോട് വലിയൊരു കൗതുകമുണ്ട്, നിങ്ങളെന്ന് പറഞ്ഞൊരു പേഴ്സണിനോട് വലിയ രീതിയിൽ കംഫർട്ടബിളാണ്, അറ്റാച്ച്ഡ് ആണ്. ആ ഒരു അറ്റാച്ച്മെൻറ്റ് കാണിക്കുന്നതിന് അയാൾ പോലും അറിയാതെ അയാളുടെ കണ്ണുകൾ നേർരേഖയിലേക്ക് വരാനിടയാക്കുന്നു. അപ്പോൾ നമ്മൾ കണ്ണിൻ്റെ ഭാഗം നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത് പലപ്പോഴും, അതായത് ഈ കഥയിൽ അദ്ദേഹം തന്നെ പറഞ്ഞു, പണ്ട് ഈ ഒരു കഥയിൽ അദ്ദേഹത്തിന് ആദ്യം അന്ധനായിരുന്നില്ല, ആദ്യം അദ്ദേഹത്തിന് കണ്ണുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഈ കണ്ണിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചത് ശ്രീബുദ്ധനിൽ നിന്നാണ്. അപ്പോൾ ബുദ്ധൻ പറഞ്ഞിട്ടുള്ള പല തത്വങ്ങളിൽ നിന്നും ബുദ്ധൻ്റെ പല ആശയങ്ങളിൽ നിന്നുമായിരുന്നു അദ്ദേഹം ഒരാളുടെ മനസ്സ് എങ്ങനെ വായിക്കാൻ സാധിക്കുന്നത്. മനസ്സിൽ കണ്ണ് മാത്രമല്ല, നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങളിൽ നിന്ന്, അവയവങ്ങളുടെ ചലനങ്ങളിൽ നിന്നും ഒക്കെ നമുക്ക് ഒരാളെ എത്രത്തോളമാണ് നമ്മളെ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ അയാളെ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് പഠിച്ചതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അതിലൊന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട കാര്യം നമ്മളെ കണ്ണ്. അതായത് ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ നേർരേഖയിലാണ് സംസാരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് നേർരേഖയിൽ കണ്ണിൽ നോക്കി സംസാരിക്കുന്നതാണെങ്കിൽ അദ്ദേഹത്തിന് നമ്മളോട് നല്ല ആകാംക്ഷയോടെ സംസാരിക്കുന്നതാണ്. നമ്മൾ പറയുന്ന കാര്യം വളരെ കൗതുകത്തോടെ നമ്മളോട് ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കും നമ്മുടെ കണ്ണുകളിൽ തന്നെ നോക്കി സംസാരിക്കുന്നവർ. അപ്പോൾ ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ പുരികം. അതായത് ഒരാൾ, നമ്മളിപ്പോൾ കണ്ണിൻ്റെ കാര്യം പറഞ്ഞു, കണ്ണിൻ്റെ കാര്യം പറയുമ്പോൾ വേറൊരു കാര്യമാണ്, നമ്മൾ കണ്ണ് ഒരാൾ സംസാരിക്കുകയാണ്, ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ. അപ്പോൾ നിങ്ങളൊരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളുടെ മൈൻഡ് റീഡ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അയാൾ കണ്ണ്, അതായത് വലത്തോട്ടോ ഇടത്തോട്ടോ കണ്ടിന്യൂസ് ചലിപ്പിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് എന്തൊക്കെയോ ആശയക്കുഴപ്പമുണ്ട്. അദ്ദേഹത്തിന് നിൽക്കുന്ന സ്ഥലത്തു നിന്ന് അദ്ദേഹത്തിന് എവിടെയെങ്കിലും ഓടി രക്ഷപ്പെടണമെന്ന് തോന്നുന്നൊരു മൈൻഡായിരിക്കും. എന്തോ കള്ളം ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കള്ളന്മാരോ എന്തെങ്കിലും കള്ളത്തരം ചെയ്തവരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, പെട്ടെന്ന് ഇങ്ങനെ സഡൻ നോക്കും, പിടിക്കപ്പെടുവോ എന്നറിയുന്നതിന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് അവർ നോക്കുന്നൊരു നോട്ടമുണ്ട്. അതായത് ഇടയ്ക്ക് ഇങ്ങനെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണുകൾ ചലിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. ആ ഒരു ചലിപ്പിക്കുന്ന രീതി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ആരെങ്കിലും ചീറ്റ് ചെയ്തിട്ട് വന്നിരിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കള്ളമോ മറ്റെന്തെങ്കിലും ഒരു വളരെ തെറ്റായിട്ടുള്ളൊരു പ്രവൃത്തി ചെയ്തിട്ട് നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കാം. അപ്പോൾ അതായത് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ആ കള്ളം പുറത്ത് വരരുത് എന്നറിയിക്കുന്നതിനും അദ്ദേഹം നല്ലതാണെന്ന് തോന്നിപ്പിക്കുന്നതിനും മറ്റുള്ളവരാരെങ്കിലും കാണുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനും വേണ്ടിയാണ് ഇടയ്ക്കിടയ്ക്ക് കണ്ണ് ഇടത്തോട്ടും വലത്തോട്ടും ചലിപ്പിക്കുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മൾ പുരികത്തിലോട്ട് കിടക്കാം. അതായത് പുരികം, നമ്മൾ എപ്പോഴും ഒരാൾ പുരികം നമ്മളോട് സംസാരിക്കുകയാണ്, പുരികം ഇങ്ങനെ താഴോട്ട് വെക്കുകയാണ്. ഓക്കെ, പുരികം താഴോട്ട് വെക്കുമ്പോൾ നമ്മളിങ്ങനെ താഴോട്ട് വെക്കുകയാണെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, അയാൾ എന്തോ വലിയൊരു കാര്യം
ചിന്തിക്കുകയാണ്. നിങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അദ്ദേഹത്തിൻ്റെ പുരികം ഐബ്രോസ് എപ്പോഴും താഴേക്കാണ് വെക്കുന്നതെങ്കിൽ, നമ്മൾ പൊക്കാതെ നോർമലിൽ നിന്ന് താഴേക്ക് വെക്കത്തില്ലേ, താഴേക്ക് വെക്കുകയാണെങ്കിൽ അദ്ദേഹം എന്തോ ചിന്തിക്കുകയാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചിന്തകളല്ല, അദ്ദേഹത്തിന് അലട്ടുന്ന വലിയ എന്തൊക്കെയോ ഒരു ചിന്തകളുണ്ട്. ആ ഒരു ചിന്തകൾ കൂടാതെ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന, നമ്മളാണിപ്പോൾ ആ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോട് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മളെ പറ്റിയുള്ള കാര്യങ്ങൾ ആഴത്തിൽ അദ്ദേഹം അറിയാൻ ശ്രമിക്കുന്നു, നമ്മളെ പറ്റിയിട്ട് എന്തൊക്കെയോ സംശയമുണ്ട്, അങ്ങനെ പല കാര്യങ്ങളിലുള്ള ചിന്തകൾ അദ്ദേഹത്തിന് പോകുന്നത് കൊണ്ടാണ്. അപ്പം നമ്മൾ പറയുന്ന കാര്യത്തിലുപരി അദ്ദേഹം നമ്മളെപ്പറ്റി മറ്റെന്തോ ചിന്തിച്ചു വെക്കുന്നു, അല്ലെങ്കിൽ വേറെ എന്തോ ചിന്തകളിൽ മുഴുകിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പുരികം എന്ന് പറയുന്നത് എപ്പോഴും താഴേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ പുരികം താഴോട്ട് വരുന്നതെന്ന് പറയുന്നത് അദ്ദേഹം എന്തോ ചിന്തിക്കുന്നതാണ്. ഇനി നമ്മുടെ കണ്ണുകൾ നോക്കുമ്പോൾ നമുക്കറിയാം, കണ്ണിൻ്റെ ചിലരുടെ കൃഷ്ണമണി നമ്മളിങ്ങനെ ചില സമയത്ത് ഇങ്ങനെ വലുതാവുകയും ചുരുങ്ങുകയും ചെയ്യാറുണ്ട്. അപ്പോൾ കണ്ണ് നമ്മളിങ്ങനെ വലുതാകുന്നു, അതായത് കണ്ണിൻ്റെ ഈ ഒരു ഐബ്രോയുടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അതിങ്ങനെ വലുതാകുന്നതും അതുപോലെ തന്നെ നമ്മുടെ പുരികം പൊക്കുന്നതും. ചിലർ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു പേഴ്സൺ, എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു പേഴ്സൺ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ ശ്രദ്ധിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ഇങ്ങനെ കണ്ണിൻ്റെ അകത്ത് ആ കൃഷ്ണമണിയുടെ ഒരു ഇത് ഇങ്ങനെ വലുതാകുന്നതും അതുപോലെ തന്നെ അദ്ദേഹം ഇടയ്ക്ക് എന്താണ് പുരികം പൊക്കുന്നതുമായിട്ട് എനിക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞോ, നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുകയാണ് അദ്ദേഹം. അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു പേഴ്സൺ നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്നു. നിങ്ങളുടെ സൗന്ദര്യത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡി ലാംഗ്വേജിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരത്തിലോ ഒക്കെ തന്നെ അദ്ദേഹം വീണിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം വീണിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പുരികത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നും അദ്ദേഹം പറയാതെ തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും അദ്ദേഹം നിങ്ങളിൽ അട്രാക്റ്റ് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന നിങ്ങളുടെ ലവർ ആയിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് ഇത് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ലവേഴ്സിനെ പരിശോധിച്ച് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് ലവറൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലവറോ നിങ്ങളുടെ പാർട്ട്ണറോ ഉണ്ടെങ്കിൽ പരിശോധിച്ച് നോക്കാം. അദ്ദേഹത്തിന് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, ഇനി ഇതും പറഞ്ഞ് നിങ്ങളുടെ കണ്ണ് വലുതായില്ല, അതുപോലെ തന്നെ പുരികം പൊക്കിയില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ല, ഇങ്ങനെയൊന്നും പറയരുത്. ഇത് പൊതുവെ പറയുന്ന ഒരു ട്രിക്ക് തന്നെയാണ്, നിങ്ങൾക്ക് മൈൻഡ് റീഡിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ട്രിക്കാണ്. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നമ്മുടെ പാർട്ട്ണറാണ്, നമ്മുടെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ അയാൾ വാ തോരാതെ നമ്മളോട് സംസാരിക്കും. ഓക്കെ, സംസാരിക്കുകയും നമ്മൾ പറയുന്ന കാര്യം അദ്ദേഹം കേട്ടിരിക്കാനായിട്ടുള്ളൊരു മനസ്സ് കൊണ്ടുവരികയും ചെയ്യും. അപ്പോൾ ഈ ഒരു സമയത്തെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണ് ഇങ്ങനെ നല്ല അവരുടെ ഐബോൾസ് എന്ന് പറയുന്നത് ഇങ്ങനെ ക്യൂരിയോസിറ്റിയോട് വിടർന്നു വരുന്നത് കാണാം. ഈ കണ്ണിൻ്റെ കൃഷ്ണമണി നമുക്കത് കാണാൻ പറ്റും. ഓക്കെ, കണ്ണിൻ്റെ കൃഷ്ണമണി വിടർന്നു വരുന്നു. അതിനോടൊപ്പം തന്നെ പുരികം ഇങ്ങനെ പൊക്കുമ്പോൾ നിങ്ങൾ അട്രാക്റ്റഡ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. നിങ്ങൾ ആ ഒരു പേഴ്സണിന് നിങ്ങളോട് എന്തൊക്കെയോ ഇഷ്ടമുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ആ പുരികം അയാൾ അറിയാതെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആ ഒരു പൊങ്ങുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് കൃഷ്ണമണി വലുതായിട്ട്, അതായത് കൃഷ്ണമണി ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വലുതായിട്ട് നിൽക്കുകയാണെന്ന് വിചാരിച്ചു, ഓപ്പോസിറ്റുള്ള ഒരു പേഴ്സൺ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൃഷ്ണമണിയുടെ ആ ഒരു ഭാഗം വലുതായിട്ട് കാണിക്കുകയാണെങ്കിൽ നിങ്ങളോട് ഇഷ്ടമുള്ള ഒരാളാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം. കാരണം നമ്മളോട് ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൃഷ്ണമണി എപ്പോഴും ഇങ്ങനെ ചുരുങ്ങിയായിരിക്കും ഇരിക്കുന്നത്. കാരണം നോർമൽ പേഴ്സൺ കാഷ്വൽ ടോക്കിലൊക്കെ ഒരു ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തിയുടെ കൃഷ്ണമണി എപ്പോഴും ചുരുങ്ങിയാണ് ഇരിക്കുന്നത്. പക്ഷേ നമ്മളോട് ഇഷ്ടമുള്ള ഒരു പാർട്ട്ണർ, നിങ്ങളുടെ ലവർ, ഇനി ആരും ആയിക്കൊള്ളട്ടെ, നിങ്ങൾ ഇനി കപ്പിൾ ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ കപ്പിൾ നിങ്ങൾ ഓപ്പോസിറ്റുള്ള പേരൻ്റെ കണ്ണിൽ നോക്കിക്കറിയാം, അവർക്ക് ഒറിജിനൽ ആയിട്ടുള്ള ട്രസ്റ്റ്, ട്രൂ ലവ് ആണെങ്കിൽ, സിൻസിയർ ആയിട്ടുള്ള ലവ് ആണെങ്കിൽ അവരറിയാതെ തന്നെ അവരുടെ കണ്ണുകളിൽ ആ ഒരു കൃഷ്ണമണി വലുതായിട്ട് നമുക്ക് സൂചിപ്പിക്കും. അത് ആ ഒരു ഇഷ്ടം ഇങ്ങനെ വലുതായിട്ട് സൂചിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളോട് എന്തോ സംതിങ് ഇഷ്ടമുണ്ടെന്ന് തോന്നിക്കും. പുരികം പൊക്കുകയാണെങ്കിൽ എന്തെങ്കിലും അട്രാക്ഷൻ തോന്നിക്കുകയാണ്, നിങ്ങളിൽ ആ പുള്ളി അട്രാക്റ്റ് ആയെന്ന് തോന്നിക്കുകയാണ്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ഒരാൾ നിങ്ങളോട് സംസാരിക്കുകയാണ്, വാതോരാതെ സംസാരിക്കുന്നു, പക്ഷേ അദ്ദേഹത്തിൻ്റെ കൃഷ്ണമണി എന്ന് പറയുന്നത് ചുരുങ്ങിയിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ, ഒരു മാറ്റമില്ല, ഒരു വികസനവും ഇല്ലാതെ, സങ്കോചവും കാര്യങ്ങളൊന്നും ഇല്ലാതെ നോർമലായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. നോർമലായിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. ഇനി നിങ്ങൾ പറയുന്ന കാര്യങ്ങളോ നിങ്ങളുടെ ഫേസോ നിങ്ങളുടെ ബോഡി ലാംഗ്വേജോ നിങ്ങളിൽ വലുതായിട്ട് അട്രാക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. നോർമൽ ഒരു പേഴ്സണാണ്, കാഷ്വൽ പേഴ്സണാണ്, നോർമലി വന്ന് സംസാരിക്കുന്ന ആൾക്കാരാണ് എന്ന് നിങ്ങൾ വിചാരിക്കാം. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അതായത് കണ്ണിൻ്റെ കൃഷ്ണമണി ചുരുങ്ങിയിട്ട് നമ്മൾ ഓപ്പോസിറ്റ് വന്നിരിക്കുന്ന ആൾക്കാർ കണ്ണിൻ്റെ കൃഷ്ണമണി ചുരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് നിങ്ങളോട് ഇഷ്ടമല്ല എന്നതിലുപരി വേറൊരു കാര്യം കൂടി പറയാം. ചിലർ പറയാറുണ്ട്, എൻ്റെ പാർട്ണർ അങ്ങനെ സംസാരിക്കുമ്പോൾ അവർക്ക് അയാളുടെ കണ്ണൊന്നും ഇങ്ങനെ ചുരുങ്ങിയിട്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പക്ഷേ വേറൊന്നുണ്ട്, അവരുടെ ഉള്ളിൽ വേറെ എന്തെങ്കിലും ഒരു അസ്വസ്ഥതയുണ്ടെങ്കിലോ വേറെ എന്തെങ്കിലും ഓവർ തിങ്ക് ചെയ്യുന്ന സമയത്തോ അവരുടെ കൃഷ്ണമണി ഇങ്ങനെ ചുരുങ്ങിയിരിക്കുന്നതായിട്ട് കാണാം. അത് ഇഷ്ടമല്ല എന്നതിലുപരി ചിലപ്പോൾ ഓവർ തിങ്ക് ആയിരിക്കാം, പല രീതിയിൽ അവരുടെ മൈൻഡ് അസ്വസ്ഥമായിരിക്കാം, നിങ്ങളുടെ ഭാഗത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ കേൾക്കാൻ അവർ ശ്രദ്ധ വെക്കുന്നില്ല എന്നതാണ് മറ്റൊരർത്ഥം. ഓക്കെ, ഇനി ഒരാൾ നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ കണ്ണിൻ്റെ ഭാഗം ഇങ്ങനെ ചുമന്നിരിക്കുന്ന ചിലരുടെ കണ്ണ് കണ്ടിട്ടുണ്ട്. ഈ ഒരു കണ്ണിൻ്റെ ഭാഗം നമ്മൾ പ്യുവർ വൈറ്റിൻ്റെ ഇവിടെയൊക്കെ കുറച്ച് റെഡിഷ് കളർ വരും. എന്ന് പറയുമ്പോൾ റെഡിഷ് എന്ന് പറയുമ്പോൾ ചെങ്കണ്ണല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, റെഡിഷ് കളർ വരിക. അതുപോലെ തന്നെ ഒരാൾ പെട്ടെന്ന് ഓടി വന്ന് നമ്മൾ സംസാരിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ കണ്ണ് ഈ ഒരു വശത്ത് ഇടതുവശത്ത് ഈ ഒരു റെഡിഷ് മാർക്ക് അല്ലെങ്കിൽ വലതുവശത്തോ ഇടതുവശത്തോ ഒരു റെഡിഷ് മാർക്ക് വരികയാണെങ്കിൽ അദ്ദേഹത്തിന് തീരെ ഉറക്കമില്ല
ഉറക്കമില്ല, എന്തൊക്കെയോ കാര്യങ്ങൾ അസ്വസ്ഥനാണ്, ഓടി വലഞ്ഞ് വലച്ചിലാണ് ഫുള്ള്, ആ ഒരു മാസം ഫുള്ള് വലച്ചിലാണ്, എന്തൊക്കെയോ വലഞ്ഞിട്ടൊക്കെയാണ് വരുന്നത്, ഫുള്ള് ഹാപ്പി അല്ല, എന്തൊക്കെയോ സങ്കടവും ഉത്കണ്ഠയും കാര്യങ്ങളും അദ്ദേഹത്തിനെ വേട്ടയാടുന്നു എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇനി നമ്മൾ ആ ഒരു കണ്ണിൻ്റെ ഭാഗത്തിൽ നമുക്ക് ആ ഒരു കണ്ണിൻ്റെ ചുമപ്പ് നരമ്പുകളൊക്കെ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നത്, അത് വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഇപ്പോഴത്തെ കാര്യം നോക്കി വരുമ്പോൾ ഒത്തിരി പേരുടെ ഞരമ്പുകൾ, കണ്ണിൻ്റെ ഞരമ്പുകളൊക്കെ ഇങ്ങനെ പൊങ്ങി പുറത്തോട്ട് വന്നിരിക്കുന്നത് കാണാം. അത് വേറെ മൈൻഡ് റീഡിങ്ങിൽ വേറെ ഒരു ഫാക്റ്റ് കൂടി നമുക്ക് മനസ്സിലാക്കാം. 24 മണിക്കൂർ നമ്മൾ ഫോണൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് കൂടി ഇങ്ങനെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇനി ഈ കണ്ണിൽ റെഡ് ഇഷ്യൂ വന്നെന്ന് വെച്ചിട്ട് അദ്ദേഹത്തിന് പിന്നെ ഒത്തിരി വലച്ചില്ലെന്ന് മാത്രമല്ല, ഇത് കണക്ക് ഓവറായിട്ട് ഫോൺ യൂസ് ചെയ്യുന്നവർക്ക്, ഫോൺ യൂസ് ചെയ്യുമ്പോൾ അറിയാലോ നമ്മുടെ സ്ട്രെസ് അല്ലേ കൂടുതൽ എടുക്കുന്നത്. കാരണം നമുക്ക് ജോലി സ്ഥലത്തെ സ്ട്രെയിൻ കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ട്രെയിൻ കൊണ്ടോ നമ്മുടെ കണ്ണുകളിൽ എന്താണ് ഇങ്ങനെ ഒരു സ്ട്രെസ് വരും. ഇപ്പോൾ നമുക്കറിയാം അദ്ദേഹം കൂടുതൽ സ്ട്രെസ്സാണ്. അപ്പോൾ ആ സ്ട്രെസ്സായിട്ടുള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ഇങ്ങനെ ചുമന്നിരിക്കുന്ന സ്ട്രെസ്സായിട്ടുള്ള സമയത്ത് നമ്മളൊന്ന് ചോദിക്കുക, എടാ നീ ഓക്കെ ആണോ എന്ന് ചോദിക്കുക. അപ്പോൾ അവൻ അറിയാതെ തന്നെ അവൻ്റെ മൈൻഡിൽ നമ്മളെ പറ്റിയിട്ടൊരു കംഫർട്ടബിൾ ഫീൽ തോന്നിക്കും. അട്രാക്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു റീസൺ കൂടി ഞാൻ ഇടയ്ക്കിട്ട് തന്നിരിക്കുകയാണ്. അതായത് ഒരു പേഴ്സൺ അദ്ദേഹത്തിൻ്റെ കണ്ണൊക്കെ ചുമന്നിരിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ മുഖം ഭയങ്കര ഡള്ളായിട്ടിരിക്കുകയാണ്. ആ സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മൾ എന്ത് ചെയ്യുക, അങ്ങോട്ടേക്ക് ചോദിക്കുക, എടാ നീ ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിനക്ക് കേൾക്കാൻ പറ്റുമോ, നീ ഓക്കെ ആണോ, ഹെൽത്തൊക്കെ ഓക്കെ ആണോ എന്ന് നമുക്ക് ചോദിക്കാം. അതായത് നമുക്ക് അങ്ങനെ ചോദിക്കുന്നത് കൊണ്ട് അദ്ദേഹം ചിലപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യം ഒരാൾ നമ്മളോട്, അതായത് അങ്ങനെ ചോദിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യമായിരിക്കാം മേ ബി. കാരണം നമ്മളിങ്ങനെ വാദോരാതെ സംസാരിക്കുമ്പോൾ നമ്മുടെ ഭാഗം മാത്രമായിരിക്കും നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്. അതൊരു പാർട്ട്ണർ എന്ന രീതി ആ ഓപ്പോസിറ്റുള്ള ഒരാളുടെ ഭാഗമൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ മൈൻഡ് റീഡ് ചെയ്യുന്ന ഈ വീഡിയോ കാണുന്നുള്ളവരാണെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് നിങ്ങളുടെ പാർട്ട്ണറുടെ കണ്ണുകൾ ഭയങ്കര ഡള്ളായിട്ടിരിക്കുകയാണ്, ഫേസ് ഡള്ളായിട്ടിരിക്കുകയാണ്, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും ഓക്കെയാണോ ഇങ്ങനെ ചോദിക്കേണ്ട, അടിയും കിട്ടും ചിലപ്പോൾ. അപ്പോൾ അങ്ങനെയല്ല, ഇടയ്ക്ക് നിങ്ങളൊന്ന് ചോദിക്കുന്നത് നല്ലതായിരിക്കും. അവർക്ക് കുറച്ചും കൂടെ ഒന്ന് കംഫർട്ടബിൾ ആവാനും അവർക്ക് നിങ്ങളോടൊന്ന് ഒരു അഫെക്ഷൻ ഫീൽ ചെയ്യുന്നതിനും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. അത് നമ്മൾ ഒരാൾക്ക് ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നു, ആർട്ടിഫിഷ്യലായിട്ട് കെയർ ചെയ്യുന്നത് കൊണ്ട് ഓപ്പോസിറ്റുള്ള ഒരു പേഴ്സൺ നമ്മളോട് അട്രാക്റ്റ് ചെയ്യണമെന്നില്ല, മനസ്സിലായോ? അപ്പോൾ ഓപ്പോസിറ്റുള്ള ഒരു പേഴ്സൺ നമ്മളോട് എങ്ങനെ അട്രാക്റ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് എവിടെയാണോ അദ്ദേഹത്തിന് വീക്കായിട്ടുള്ളൊരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്കായിട്ട് അദ്ദേഹം വീഴുന്നൊരു സിറ്റുവേഷൻ, കാരണം അദ്ദേഹം തളരുന്ന സിറ്റുവേഷൻ, ഒരു ബാഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ, ആ ഒരു സിറ്റുവേഷനിൽ നമ്മളെന്ന് പറയുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ആ ഒരു സിറ്റുവേഷനിൽ എൻഗേജ്ഡ് ആയിരിക്കുക, അതായത് വേറെ വർക്കിൽ എൻഗേജ്ഡ് അല്ല, അയാളിലേക്ക് മാത്രം എൻഗേജ്ഡ് ആയിരിക്കുമ്പോൾ അദ്ദേഹം ചിന്തിക്കും, എനിക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ ഇവൾ ഓടി എത്തുന്നുണ്ടല്ലോ, ഇവൾ എൻ്റെ അടുത്ത് അത്യാവശ്യത്തിലധികം വലിയ കെയറും കാര്യങ്ങളൊന്നുമില്ല, 24 മണിക്കൂർ എന്നെ വിളിക്കുന്നില്ല, ശല്യപ്പെടുത്തുന്നില്ല, പക്ഷേ ഞാനൊന്ന് വീണ് കിടക്കുന്ന സിറ്റുവേഷനിൽ മാത്രമേ ഉള്ളൂ എന്നെ വിളിച്ച് എന്നെ ഒന്ന് ഉയർത്താനായിട്ട് നോക്കുകയാണെങ്കിൽ എന്താണ്, ഷീ ഈസ് സംതിങ് സ്പെഷ്യൽ ഫോർ മീ, അതായത് നമുക്ക് എനിക്ക് അവൾ സ്പെഷ്യലാണ് എന്നെനിക്ക് തോന്നിപ്പിക്കും. സോ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ അതെന്താണ് ഇങ്ങനെ തോന്നിപ്പിച്ചുകൊണ്ടിരിക്കും, ഒരു ഹോർമോൺ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുകയാണ്, ഒരു ഹാപ്പി ഹോർമോൺസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ വരുമ്പോൾ തന്നെ ഒരു ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് പിന്നെ നമ്മളെ കാണുമ്പോൾ തന്നെ ഒരു ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാനിടയാക്കും, നിങ്ങളെ കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബ് തോന്നിക്കും. അപ്പോൾ ഇത് ആണ് അടുത്തൊരു അട്രാക്റ്റിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓക്കെ ആണോ, അല്ലെങ്കിൽ നീ ഓക്കെ അല്ലേടാ, നിനക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോടാ, നമ്മുടെ കാര്യങ്ങൾ മാത്രം നമ്മുടെ പാർട്ട്ണറുടെ അടുത്ത് നമ്മുടെ പ്രശ്നങ്ങൾ മാത്രം പറയാതെ അവരുടെ പ്രശ്നങ്ങളിലൂടെ നമ്മൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുക എന്ന് പറയില്ലേ. അപ്പോൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരു വിധത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് സോൾവ് ചെയ്യാനായിട്ട് ഇടയാക്കും. അപ്പോൾ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഒത്തിരി മാറിപ്പോയി. എന്ന് വെച്ചാൽ പണ്ടത്തെ ഒരു കാലമല്ല ഇപ്പോഴത്തെ കാലഘട്ടം. 24 മണിക്കൂറും എല്ലാവരും 24/7 എന്ന് പറയുന്നത് ഫുൾ ടൈം ഫോണിലാണ്, ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരല്പനേരം ഒരു 5 മിനിറ്റ് തോറും ആർക്കും ആരോട് സംസാരിക്കാനുള്ളൊരു സമയം ആർക്കും കിട്ടുന്നില്ല എന്നത് മറ്റൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് സംസാരിക്കാൻ ഒരല്പനേരം എങ്കിലും നമ്മളൊന്ന് സ്പെൻഡ് ചെയ്യുക. നമ്മൾ പാർട്ട്ണർ ആണെങ്കിലും നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും റിലേറ്റീവ്സിനാണെങ്കിലും പണ്ടൊക്കെ നിങ്ങൾക്കറിയാം അന്ന് ഈ ഫോണും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പം നമുക്ക് ഏത് കല്യാണ വീട്ടിലോ എവിടെ ചെന്ന് കഴിഞ്ഞാലും നമുക്കറിയാം ഫുൾ ടൈം ഇങ്ങനെ ഫോണിനകത്ത് ഇങ്ങനെ 24 മണിക്കൂർ ഇങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയാണ്. ഇങ്ങനെ നടുവും കുനിഞ്ഞ് ഇങ്ങനെ വളഞ്ഞൊടിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറി ഒരു 5 ആണെങ്കിൽ 5 മിനിറ്റ്, 10 ആണെങ്കിൽ 10 മിനിറ്റ് ഇത് കാണുന്ന നിങ്ങൾ ഗേളാണോ ബോയ് ആണോ ആരാണെങ്കിലും നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാർട്ട്ണറോടാണെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് അമ്മ അച്ഛൻ ആരോടാണെങ്കിലും ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങളൊന്ന് സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആ ഒരു ടൈമൊന്നും അങ്ങനെ സ്പെൻഡ് ചെയ്യുന്ന സമയമൊന്നും നമുക്ക്
പോകുന്ന സമയമൊന്നും നമുക്ക് തിരിച്ചു കിട്ടത്തില്ല. അപ്പോൾ ആ ഉള്ള ടൈം എന്ന് പറയുന്നത്, അപ്പോൾ അങ്ങനെ മെമ്പേഴ്സൊക്കെ ഉള്ള ടൈം എന്ന് പറയുന്നത് മാക്സിമം നിങ്ങൾ സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ആ ടൈം എന്ന് പറയുന്നത് വളരെ പ്രഷ്യസ് ആണ്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരപ്പം അവർ തന്നെ ചിന്തിക്കും, ഇത്രയും ബിസി ഷെഡ്യൂളിൻ്റെ ഇടയ്ക്ക് നീ എൻ്റെ അടുത്ത് വന്ന് മിണ്ടുന്നല്ലോ, ആ ഒരു മിണ്ടാനൊരു കുറച്ച് ടൈമെങ്കിലും വെക്കുന്നല്ലോ എന്ന് ചിന്തിക്കും. ആ ഒരു ട്രിക്ക് കൂടി നിങ്ങൾ എന്ന പേഴ്സണിനെ കൂടുതൽ ഒരു വിലമതിപ്പ്, അതായത് ഒരു മതിപ്പ് ഉണ്ടാക്കാനായിട്ട് ഇടയാക്കും എന്നതാണ് അടുത്ത ട്രിക്ക് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് അടുത്ത പാർട്ടിലോട്ട് കിടക്കാം. നമ്മൾ കണ്ണ് പറഞ്ഞു, അതുപോലെ തന്നെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന അടുത്ത ഭാഗം എന്ന് പറയുന്നത് പുരുകമാണ്. അപ്പോൾ നമ്മൾ കണ്ണ് മാത്രമല്ല മൈൻഡ് റീഡിങ്ങിന് നമ്മൾ ഒരാൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ പുരുകം യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ പുരുകം വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് പറയുന്നത്, ഒരു പുരുകം, നമ്മൾ ഈ പുരുകത്തിന് നടുക്കുള്ളൊരു ഭാഗത്ത് ഇങ്ങനൊരു ചുളിവ് വരുന്ന ഒരു ഇത് കണ്ടിട്ടുണ്ടോ? അപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറുടെ ആണെങ്കിലും ആരുടെ ആണെങ്കിലും, ഞാൻ കണ്ടിന്യൂസ് പാർട്ട്ണർ എന്ന് പറയുന്നില്ല, മിക്കവാറും ഇതടി ഉണ്ടാവും. അപ്പോൾ ആരാണെങ്കിലും ഓപ്പോസിറ്റുള്ള ഒരാൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പുരുകത്തിന് ഇവിടെ ആയിട്ട് എന്തെങ്കിലും ഒരു ചുളിവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, നിങ്ങൾ അതായത് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് ആ ഒരു ചുളിവ് ഉണ്ടാകുന്നെങ്കിൽ നിങ്ങൾ വിചാരിക്കുക ആ ഒരു പേഴ്സണ് എന്തോ സംതിങ് ആശയക്കുഴപ്പത്തിലാണ്. ഒന്നുകിൽ നിങ്ങളോടോ അല്ലെങ്കിൽ വേറെ എന്തോ കാര്യങ്ങൾ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാനും ഓപ്പോസിറ്റുള്ള ഒരു പേഴ്സണും സംസാരിക്കുകയാണ്, ആ പേഴ്സണിൻ്റെ പുരുകത്തിനിടയിൽ ഇങ്ങനെ ഒരു ചുളിവുകൾ സംസാരിക്കുന്നതിനിടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിനോട് ചോദിക്കാതെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, അദ്ദേഹത്തിന് എന്തൊക്കെയോ ആശയക്കുഴപ്പങ്ങളുണ്ട്. ഒന്നുകിൽ നിങ്ങൾ സംസാരിക്കുന്നതിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫാമിലി ഇഷ്യൂസിലോ എന്തെങ്കിലും കാര്യങ്ങൾ അദ്ദേഹം ആശയക്കുഴപ്പങ്ങളിൽ എന്തൊക്കെയോ കുഴപ്പങ്ങളിൽ പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്ന കാര്യം 10% കേട്ടിട്ട് ബാക്കി ശതമാനം എല്ലാം ഒന്നെങ്കിൽ നിങ്ങളിലേക്ക് ആലോചിച്ചുകൊണ്ടുള്ളൊരു ആശയക്കുഴപ്പമായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ചെയ്തിട്ടുള്ളൊരു ആശയക്കുഴപ്പമായിരിക്കാം. അങ്ങനെ പല കാര്യങ്ങൾ ആലോചിച്ചു കൊണ്ടായിരിക്കും അദ്ദേഹം ഇരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ പുരുകത്തിൻ്റെ ഭാഗത്ത് വരുന്ന ചുളിവുകളിൽ ഉൾപ്പെടുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത്, നമ്മൾ പുരുകം പറഞ്ഞ ശേഷം നമ്മൾ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പുരുകത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ അതൊന്ന് വെയിറ്റ് ചെയ്യുക. മിക്ക കാര്യങ്ങൾ നമ്മൾ പോയിൻ്റായിട്ട് എഴുതി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്, കാരണം ചില കാര്യങ്ങളൊക്കെ ഞാൻ വിട്ടുപോകും. അതുകൊണ്ടാണ് ഒരു ജനറൽ വീഡിയോ എന്ന രീതിയിൽ ഇങ്ങനെ ലെങ്തി വീഡിയോ ഇന്ന് ഇടുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വായ. അതായത് നമ്മൾ കണ്ണും പുരുകവും മാത്രമല്ല നമ്മൾ മൈൻഡ്, ഒരാളുടെ മനസ്സ് വായിക്കുന്നതിന് ഉപയോഗിക്കുന്നത്, നമ്മുടെ വായ കൂടി നമ്മുടെ മനസ്സ് വായിക്കുന്നതിന് ഉപയോഗിക്കും. അപ്പോൾ ഒരാൾ വായ ഒരു വശത്തേക്ക് വെക്കുകയാണ്, ഒരു വശത്തേക്ക് വെക്കുകയോ എന്തെങ്കിലും ഇങ്ങനെ ഒരു സൈഡിലേക്ക് ചുളിവ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾ ആലോചിക്കുക ആ ഒരു പേഴ്സൺ എന്തെങ്കിലും ഒരു നഷ്ടബോധമോ എന്തോ സംതിങ് ഇമോഷണലി എന്തോ അദ്ദേഹം വീക്കാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് എന്തോ സങ്കടമുണ്ട്. നിങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരാൾ ഒരു സ്ഥലത്തോട്ട് മാത്രം ഇങ്ങനെ നേർരേഖയിൽ വെക്കാതെ ഒരു സൈഡിലോട്ട് ചരിച്ച് വെക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് എന്തോ സംതിങ് ഇഷ്യൂസോ കാര്യങ്ങളോ എന്തൊക്കെയോ ഉണ്ട്. അദ്ദേഹത്തിനെ വേട്ടയാടുന്നുണ്ട്. സങ്കടം, പൊതുവേ പറയുകയാണെങ്കിൽ സങ്കടമുണ്ട്, എന്തോ നഷ്ടബോധമുണ്ട്, എന്തോ കാര്യങ്ങളെ ആലോചിച്ചുള്ള നഷ്ടബോധവും സങ്കടവുമാണ്. അത് ഒരിക്കലും പോസിറ്റീവ് അല്ല. ആ ഒരു വ്യക്തിയിൽ എന്തൊക്കെയോ നെഗറ്റീവ് കാര്യങ്ങൾ അദ്ദേഹത്തിന് ഇങ്ങനെ അലട്ടുന്നുണ്ട്. ഇതാണ് മെയിൻ കാര്യം എന്ന് പറയുന്നത്. ഇനി നമ്മൾ സംസാരിക്കുമ്പോൾ ആ ഒരു പേഴ്സൺ ഇങ്ങനെ വായ അടച്ചിരിക്കുകയാണ്, ഇങ്ങനെ മൗത്ത് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് വിചാരിച്ചോ. അപ്പോൾ വായ അടച്ച് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയുന്ന ഒരു കാര്യവും ആ പേഴ്സൺ ഉൾക്കൊള്ളുന്നില്ല, നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും ആ പേഴ്സൺ ഇഷ്ടപ്പെടുന്നില്ല. എന്നുവെച്ചാൽ വായും തുറന്ന് വെച്ചിരിക്കുന്ന കാര്യമല്ല ഉദ്ദേശിക്കുന്നത്. അതേസമയം ഇങ്ങനെ ഇരിക്കത്തില്ലേ, ഇങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ഓപ്പോസിറ്റോ അല്ലെങ്കിൽ എവിടെയുള്ള ആരെങ്കിലും നിങ്ങൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെ പൂട്ടിക്കെട്ടി വെച്ചിരിക്കുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പറയുന്ന ഒരു കാര്യം ആ പേഴ്സൺ ഇഷ്ടപ്പെടത്തില്ല. ചില കുട്ടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം, കുട്ടികൾ നമ്മളിങ്ങനെ മരുന്ന് കഴിക്കാറ് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോഴും ഇങ്ങനെ ഇരിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് എന്താണ്, അവർ നിങ്ങൾ പറയുന്ന കാര്യം ഒന്നും ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് അർത്ഥം. അപ്പോൾ വായയുടെ അതാണ് അർത്ഥം. ഇനി അടുത്തതെന്ന് പറയുന്നത്, വായ തുറന്ന് വെച്ചിട്ട് ഒരാൾ നമ്മൾ സംസാരിക്കുകയാണ്, അതിങ്ങനെ കേൾക്കുകയാണ്, അത് വായ തുറന്ന് വലിയ വായിലല്ല, അത്യാവശ്യം ചെറിയ രീതിയിൽ ഓപ്പണാക്കി വെക്കുകയാണ്. വായ ഓപ്പണാക്കി വെക്കുന്നത് കൊണ്ട് നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു പേഴ്സൺ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള പേഴ്സൺ ആണ്. അതായത് നിങ്ങൾ ആ പുള്ളിയും തമ്മിൽ നല്ല ഒരു അഫെക്ഷൻ ഉണ്ട്, ഒരു കംഫർട്ടബിളാണ്, നിങ്ങൾ ഏറ്റവും അടുത്ത സുഹൃത്താണ്, നിങ്ങളുടെ ലവറാണ്, നിങ്ങളുടെ പാർട്ട്ണറാണ്, ആരും ആയിക്കൊള്ളട്ടെ. ഇങ്ങനൊരു പേഴ്സണാലിറ്റി ഉള്ളവർ, അതായത് ഇങ്ങനെയുള്ള നടക്കുന്ന സന്ദർഭങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വായ ഇങ്ങനെ നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കുക എന്ന് പറയത്തില്ല. അത് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പേഴ്സൻ്റെ അടുത്ത് മാത്രമാണ് സാധാരണ എല്ലാവരും ഇങ്ങനെ വായ ഓപ്പൺ ചെയ്തിട്ട് വെക്കുന്നത്. ഓപ്പോസിറ്റുള്ളൊരു പേഴ്സൺ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം കേട്ട് ആ ഒരു പേഴ്സൻ്റെ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് അങ്ങനെ വായ തുറന്ന് വെക്കുന്നത്. എന്ന് വെച്ചാൽ വലിയ വായ ഈച്ച കയറുന്ന പോലെ തുറന്ന് വെക്കുന്ന കാര്യമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മുടെ നെറ്റിയിൽ ഇങ്ങനെ കുറേ ചുളിവുകൾ സംസാരിക്കുമ്പോൾ നെറ്റിയുടെ ഭാഗമാണ് നമ്മൾ ഇനി അടുത്ത
പറയുന്നത്, നെറ്റിയിൽ കുറേ ചുളിവുകൾ ഇങ്ങനെ ആയിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിച്ചോ. ഓക്കെ, കുറേ ചുളിവോടെ ഇങ്ങനെ ഇരിക്കുകയാണ് ആ പേഴ്സൺ. അപ്പോൾ ആ പേഴ്സൺ അങ്ങനെ ഒത്തിരി ചുളിവുകളോട് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ചോ എന്തൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ, ഒരു പ്രശ്നമല്ല, 2 പ്രശ്നമല്ല, 3 പ്രശ്നമല്ല, ലോട്ട് ഓഫ് പ്രശ്നംസ്, ഒത്തിരി പ്രശ്നങ്ങൾ, പ്രോബ്ലംസ് അദ്ദേഹത്തിന് അലട്ടുന്നുണ്ട്. സോ അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ അങ്ങനെ ആ ഒരു ചുളിവുകൾ അദ്ദേഹം അറിയാതെ തന്നെ നമ്മളിങ്ങനെ ആംഗ്യത്തിലൂടെ ആ ഒരു ചുളിവുകൾ കാണിക്കുന്നത്. ഓക്കെ, ആ ഒരു ചുളിവുകൾ കാണിക്കുന്നത് നമുക്ക് മൈൻഡ് റീഡിങ് അറിയാവുന്ന ഒരു പേഴ്സണ് പെട്ടെന്ന് അറിയാൻ പറ്റും. അദ്ദേഹത്തിന് എന്തൊക്കെയോ സംതിങ് ഒരു പ്രശ്നമല്ല, ഒന്നിൽ കൂടുതൽ പ്രശ്നങ്ങളുള്ള ഒരു ജീവിത സാഹചര്യങ്ങളിൽ നിന്നാണ് അദ്ദേഹം വന്നുപെടുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് ആംഗ്യങ്ങളിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിൽക്കുകയാണ്, നിങ്ങൾ അദ്ദേഹമായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ സംസാരിക്കുമ്പോൾ ഞാനും എൻ്റെ പാർട്ട്ണർ, ഓക്കെ, ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ ഒരു കാമുകനായിക്കൊള്ളട്ടെ, ഇനിയിപ്പോൾ നിങ്ങളുടെ പങ്കാളി ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ പങ്കാളി ആരായിക്കൊള്ളട്ടെ, ഞാൻ സംസാരിക്കുമ്പോൾ ഓപ്പോസിറ്റ് ആ പേഴ്സൺ ഒരു മരത്തിൻ്റെ അടുത്ത് നിൽക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും അടുത്ത് നിൽക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ പറയുന്ന കാര്യത്തിനൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വിരലുകളുണ്ടല്ലോ, ഈ വിരലുകൾ പതിയെ ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ വിരലുകൾ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി ഇങ്ങനെ തട്ടി ഒന്നെങ്കിൽ മരത്തിലോ അല്ലെങ്കിൽ താഴെ ഇങ്ങനെ തട്ടി ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ചോ, നിങ്ങളുടെ സംസാരം ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല, നിങ്ങൾ ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള പേഴ്സൺ ആയതുകൊണ്ടാണ് അതേ ഇങ്ങനെ കൈ ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് പുറത്ത് വെച്ചിട്ടല്ല, നിങ്ങൾ അകത്ത് വെച്ചിട്ട് നിങ്ങൾ എവിടെയെങ്കിലും കോഫി ടൈമിലോ നിങ്ങൾ റൂമിലിരിക്കുമ്പോഴോ നിങ്ങൾ ബെഡ്റൂമിലിരിക്കുമ്പോഴോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങളുടെ പാർട്ണർ എപ്പോഴെങ്കിലും സംസാരിക്കുമ്പോൾ വിരലുകൾ ഇങ്ങനെ ചലിപ്പിച്ച് ഇങ്ങനെ തട്ടി ശബ്ദം ഉണ്ടാക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൈൻഡ് വേറെ എങ്ങോട്ടോ ഫോക്കസ് ചെയ്യാണ്. ബിക്കോസ് നിങ്ങൾ ഭയങ്കര ബോറിംഗ് ആണ്. അത് അക്ഷരാർത്ഥത്തിൽ പറയാം, നിങ്ങളുടെ സംസാരം ബോറിംഗ് ആണ്, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല, നിങ്ങളുടെ സംസാരം ഇഷ്ടപ്പെടാത്തൊരു പേഴ്സൺ ആയിരിക്കും ഇങ്ങനെ കൈകൾ ഇങ്ങനെ ചലിപ്പിക്കുന്നതും നമ്മുടെ മൈൻഡ് വേറെ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് സാധാരണ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് എന്നാണ് അർത്ഥം വരുന്നത്. ഇനി ഒരാൾ നമ്മളോട് സംസാരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൈ ഇങ്ങനെ ആ സംസാരിക്കുന്ന പേഴ്സൺ, ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാൾ, അയാൾ ഒരു മെൻ ആയിക്കൊള്ളട്ടെ വിമൻ ആയിക്കൊള്ളട്ടെ ആരാണെങ്കിലും ആ ഒരു കൈ നമ്മുടെ കഴുത്തിന് പുറകുവശം ഉണ്ടല്ലോ, പുറകുവശം ചിലരിങ്ങനെ മുടിയിലിങ്ങനെ ആക്കാറുണ്ട്, ചിലരായി കഴുത്തിലിങ്ങനെ ആക്കി വെക്കാറുണ്ട്. മറ്റൊരാൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെ കഴുത്തിൽ പുറകോട്ട് കൈ കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെ വെക്കുന്നതെന്ന് പറയുമ്പോൾ അദ്ദേഹം വലിയ എന്തോ ഒരു കാര്യം നിങ്ങളിൽ നിന്ന് മറക്കുകയാണ്. ഓക്കെ, എന്തോ ഒരു കാര്യമുണ്ട്, വളരെ ശ്രദ്ധയോടെ നിങ്ങളുടെ കാര്യങ്ങൾ കേട്ടുകൊണ്ട് എന്തോ ഒരു കാര്യം നിങ്ങൾ മറക്കുകയാണ്. ഇനി ഞാനൊരു രഹസ്യം കൂടി പറയട്ടെ, നമ്മൾ ഇങ്ങനെ ഈ സമയത്ത് ഇങ്ങനെ നിങ്ങളുടെ പാർട്ട്ണർ ആണെങ്കിലും ആരാണെങ്കിലും ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം എന്തോ വലിയൊരു കാര്യം മറക്കുകയാണ്. ആ ഒരു സമയത്ത് നിങ്ങൾ അല്പം സൈലൻ്റ് ആയിട്ട് നിൽക്കുക. അപ്പം ആ ഒരു സൈലൻ്റ് ആയിട്ട് നിൽക്കുമ്പോൾ പുള്ളി പതുക്കെ ഇങ്ങനെ കൈ എടുത്ത് മാറ്റിയിട്ട്, നമ്മളിങ്ങനെ കള്ളത്തരം കാണിക്കുന്നവർ ഇങ്ങനെ കൈ ഇങ്ങനെ വെക്കാറില്ലേ ചിലർ, അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് അത് പിന്നെ എന്നിങ്ങനെ ആക്കത്തില്ലേ, അപ്പോൾ പതുക്കെ ഇങ്ങനെ ആക്കിയ ശേഷം നമ്മൾ അവിടെ ഒരു സൈലൻസ് കൊടുക്കുകയാണ്. ആ സൈലൻസ് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബ്രെയിൻ അവിടെ ചിന്തിക്കും, അയ്യോ ഇവളുടെ മനസ്സിൽ എന്തോ അവിടെ അലട്ടുന്നുണ്ടല്ലോ, ഇവൾ എന്നെപ്പറ്റി എന്തോ ചിന്തിക്കുന്നുണ്ടല്ലോ, ഇവൾ ആ സത്യം കണ്ടുപിടിച്ചോ, ഇവൾ എന്നെപ്പറ്റി എന്തെങ്കിലും കണ്ടുപിടിച്ചോ. നമ്മൾ ഇങ്ങനെ അനങ്ങാതെ നിന്നിട്ട് ഉണ്ടല്ലോ, ഇത് നമ്മൾ കണ്ടുപിടിക്കാനൊരു വഴി പറയാം. പുള്ളി ഇങ്ങനെ കൈ ഇങ്ങനെ ബാക്കിലോട്ട് കൊണ്ടുവന്നിട്ട് പുള്ളി ഇങ്ങനെ നമ്മളെ നോക്കി കാര്യങ്ങൾ പറയുകയോ എന്തെങ്കിലും എടുക്കുകയോ അല്ലെങ്കിൽ മിണ്ടാതിരുന്നിട്ട് ഇങ്ങനെ കൈ ബാക്കിൽ കൊണ്ടുവരികയാണെങ്കിൽ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ പെട്ടെന്ന് നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്യുക. നമ്മളെ സംസാരം സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ പുള്ളിയുടെ വലത് കണ്ണിലേക്ക് ഒന്ന് ഷാർപ്പായിട്ട് നോക്കുക. ഓക്കെ, പുള്ളിയുടെ വലത് കണ്ണിലേക്ക് നമ്മൾ ഷാർപ്പായിട്ട് നോക്കിയ ശേഷം നമ്മൾ എന്താണ് ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് നിൽക്കുന്നു. പുള്ളി അപ്പോൾ ചോദിക്കുന്നു, നീ എന്താ ഒന്നും മിണ്ടാത്തേ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒന്ന് എന്ത് ചെയ്യുന്നു, ചെറുതായിട്ടൊന്ന്, വലിയ സ്മൈലല്ല, ചെറുതായിട്ടൊരു പുച്ഛത്തോടുള്ള സ്മൈൽ കൊടുക്കുന്നു. അപ്പോൾ ആ സമയത്ത് പുള്ളിയുടെ ആ ബോധ മനസ്സിലും അപബോധ മനസ്സിലും ഒക്കെ ഉണ്ടാകുന്ന, സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാകുന്ന പല കാര്യങ്ങൾ കോൺഷ്യസ് ആവാൻ തുടങ്ങും. അയ്യോ ഇവളത് അറിഞ്ഞു കാണുമോ, എന്തോ ഉണ്ടല്ലോ, ഇവളെന്തോ അറിഞ്ഞു കാണുമല്ലോ, അല്ലെങ്കിൽ അവനെന്തോ അറിഞ്ഞു കാണുമല്ലോ, എന്തോ കള്ളം പൊക്കി കാണുമല്ലോ എന്ന് പറഞ്ഞ് തുറന്നു പറയാനായിട്ടൊരു സ്പോട്ടാണ് നിങ്ങൾക്കത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മതി. നിങ്ങളുടെ ഓപ്പോസിറ്റുള്ളൊരു പങ്കാളിയാണ്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, അദ്ദേഹം നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഈ കൈ നമ്മൾ കഴുത്തിന് ബാക്കിലോട്ട് കൊണ്ടുവന്ന് തലയുടെ ബാക്കിലോട്ട് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ആ സിറ്റുവേഷനിൽ നിങ്ങൾ പറയുന്ന കാര്യം സ്റ്റോപ്പ് ചെയ്ത ശേഷം നിങ്ങൾ എന്താണോ ഇനി തുടരാൻ ആഗ്രഹിക്കുന്ന കാര്യം സ്റ്റോപ്പ് ചെയ്ത ശേഷം പതിയെ പുള്ളിയുടെ വലത് കണ്ണിലേക്ക് നോക്കുക. വലത് കണ്ണിലേക്ക് നോക്കിയ ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ ചെറുതായിട്ടൊരു പുച്ഛത്തോടെയുള്ള, വലിയ ചിരിയല്ല, ഒന്ന് ഷാർപ്പായിട്ട് നോക്കി ഈ ഒരു ചിരിയും കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് പുള്ളി ഒന്നെങ്കിൽ അവിടെ വേറൊരു കള്ളം, ആ കള്ളം മറയ്ക്കാൻ വേണ്ടി വേറൊരു കള്ളം പറയും,
അന്നേരവും നിങ്ങൾ സൈലൻ്റ് ആയിട്ടിരിക്കുക. അവസാനം പുള്ളി അറിയാതെ തന്നെ പുള്ളിയിലെ എന്താണ് സത്യം ചിലരിങ്ങനെ ഓപ്പൺ മൈൻഡായിട്ട് തുറന്ന് പറയാനായിട്ട് ഇടയാക്കും. ഇത് വലിയൊരു ട്രിക്കാണ്. നമ്മൾ മൈൻഡ് റീഡിങ്ങിലൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന, ഒരാളുടെ മനസ്സറിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ട്രിക്ക് കൂടിയാണ്. ഇനി ഒന്നും കൂടെ പറയാം. ഇനി ഇങ്ങനെയൊക്കെ ചിലർക്ക് കുഞ്ഞിലെ തൊട്ടുള്ള ചേഷ്ടകളുണ്ട് ഇങ്ങനെയൊക്കെ വെക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ കണ്ടിട്ട് എൻ്റെ പാർട്ട്ണർ അങ്ങനെയാണ്, എൻ്റെ പാർട്ട്ണർ ഇങ്ങനെ, അങ്ങനെ ഒന്നും നിശ്ചയിക്കരുത്. കാരണം സംസാരിക്കുന്ന ഇടവേളകളിൽ അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് സാധാരണ നമ്മളിത് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ചിലർ കണ്ടിന്യൂസ്, ചിലർ കണ്ണിങ്ങനെ എപ്പോഴും അടച്ച് ശീലമുള്ളവരുണ്ട്. അവർക്ക് അത് അവരുടെ ഒരു വൈകല്യം പോലെ എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നവരുണ്ട്. അത് അവരുടെ ഒരു ഇതാണ്. ഓക്കെ, അത് അവരുടെ എപ്പോഴും ചെയ്യുന്നൊരു ചേഷ്ടയാണ്. എന്ന് വെച്ചാൽ അത് അവരുടെ തെറ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ അവരെന്തോ മറയ്ക്കുന്നു എന്നതല്ല അതിൻ്റെ അർത്ഥം. ഓക്കെ, അത് ഞാൻ എഗെയിൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഒരു കാര്യം കൂടിയാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് കൈ വെക്കുന്നത് ഒന്നുകിൽ ശ്രദ്ധയോടെ നിങ്ങളുടെ അതായത് നിങ്ങൾ ശ്രദ്ധിക്കുന്നു, ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കുന്നു എന്ന് അറിയിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എന്തോ കള്ളം മറക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ട്രിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ പാർട്ട്ണർ ആയിക്കൊള്ളട്ടെ, എൻ്റെ ഫ്രണ്ട് ആയിക്കൊള്ളട്ടെ, ആരാണെങ്കിലും ഞാൻ സംസാരിക്കുമ്പോൾ ഇത്രയും അകലത്ത് നിന്ന് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് വരുന്നു. ഞാൻ പാർട്ട്ണറിനെ വെച്ച് പറയാം, അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. നിങ്ങൾ നിങ്ങളുടെ കാമുകനായിക്കൊള്ളട്ടെ, കാമുകി ആയിക്കൊള്ളട്ടെ, സംസാരിക്കുമ്പോൾ ഇത്രയും അകലം എന്നതിലുപരി കുറച്ചും കൂടെ അകലത്തിൽ വന്ന് ഫേസ് ടു ഫേസ് ആയിട്ട്, ഐ ടു ഐ കോണ്ടാക്റ്റ് ആയിട്ട് നിന്ന് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളോട് ആ ഒരു പേഴ്സണിന് സിൻസിയറായിട്ട് ഇഷ്ടമുണ്ട്. അതുപോലെ തന്നെ സിൻസിയറായിട്ട് നിങ്ങളോട് ആ ഒരു പേഴ്സണോട് താല്പര്യമുണ്ട്. പരസ്പരം നിങ്ങൾ സോൾ നല്ല പോലെ കണക്റ്റഡ് ആണ്. നിങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളുടെ മനസ്സറിയാതെ തന്നെ ആ ഒരു പേഴ്സണിലേക്ക് ഇങ്ങനെ അട്രാക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു പേഴ്സണിന് തിരിച്ച് നിങ്ങളോട് അട്രാക്ഷൻ ഉണ്ട്. അയാൾ പക്ഷേ പറയുന്നില്ല, പക്ഷെ നിങ്ങളോട് നല്ല ഇഷ്ടമുണ്ട്. ഇങ്ങനെ ഫേസ് ടു ഫേസ് നിന്ന് അടുത്ത്, അതായത് നമ്മളിങ്ങനെ ക്ലോസ് ആയിട്ട് നിന്ന് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഊഹിക്കുക. ഇനി ക്ലോസ് ആയിട്ട് ഇന്ന് നാട്ടുകാർ വന്ന് ഇതേ കണക്ക് നിന്ന് നിൽക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ഇടവേള കൊടുക്കരുത്. നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ കാര്യമാണ് ഞാനത് എടുത്ത് പറയുന്നത്. ഓക്കെ, ഇനി ഒരാൾ സംസാരിക്കുമ്പോൾ, ഞാനിപ്പോൾ സംസാരിക്കുന്നു, എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ, ഞാൻ വാതോരാതെ സംസാരിക്കുകയാണ്. ആ വാതോരാതെ നിന്ന് സംസാരിക്കുമ്പോൾ എൻ്റെ പാർട്ട്ണർ ഉണ്ടല്ലോ, എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന എൻ്റെ പങ്കാളി അല്ലെങ്കിൽ എൻ്റെ കാമുകൻ, എൻ്റെ കാമുകി ആരായിക്കൊള്ളട്ടെ, അയാൾ ഞാൻ സംസാരിക്കുന്ന വേളകളിൽ ഇടയ്ക്കിടയ്ക്ക് അയാളുടെ മുഖത്ത് തന്നെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ സ്പർശിച്ചുകൊണ്ടിരിക്കത്തില്ലേ, ഇങ്ങനെ മുഖത്തൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അദ്ദേഹം കഠിനമായിട്ട് വേറെന്തോ ഓവർ തിങ്ക് ചെയ്യുന്നു എന്നാണ് അർത്ഥം. ഓക്കെ, അതായത് നമ്മളെ കാര്യമല്ല ചിന്തിക്കുന്നത്, വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ അദ്ദേഹം ചിന്തിക്കുകയാണ്. ആ കഠിനമായിട്ട് ചിന്തിക്കുകയാണ്. ചെറിയ തോട്ടുകളൊന്നുമല്ല, വലിയ എന്തൊക്കെയോ കാര്യങ്ങൾ അദ്ദേഹം ചിന്തിച്ച് പോവുകയാണ്. അതാണ് മുഖത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്പർശിക്കുന്നത് കൊണ്ട് ഉള്ളത്. ഇനി കണ്ണ്, അതായത് ഞാൻ നോക്കുകയാണ്, ഞാൻ എൻ്റെ പാർട്ട്ണറിനെ നോക്കുകയാണ്, പക്ഷേ അദ്ദേഹം എന്നെ നോക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ആലോചിച്ചു, അദ്ദേഹം സംതിങ് നിങ്ങളോട് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇനി പോയി അടിയാവരുത്. അപ്പോൾ ജസ്റ്റ് ഞാനിങ്ങനെ നിങ്ങളോട് സംസാരിക്കുന്ന ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ, എൻ്റെ ഒരു പാർട്ട്ണർ ആയിക്കൊള്ളട്ടെ, ഫ്രണ്ട് ആയിക്കൊള്ളട്ടെ, നിങ്ങളെ റിലേറ്റീവ്സ് ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ അമ്മ ആയിക്കൊള്ളട്ടെ, അച്ഛനായിക്കൊള്ളട്ടെ, ആരാണെങ്കിലും നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണിൽ നോക്കിയല്ല, ഇടയ്ക്കിടയ്ക്ക് കണ്ണ് വെട്ടിച്ച് സംസാരം വേറെ ഇതിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് പോവുകയാണെങ്കിൽ വിചാരിച്ചോ എന്തോ സംതിങ്, ഒന്നെങ്കിൽ എന്തോ അവിടെ ഉണ്ട്, എന്തോ മറച്ചു വെക്കുന്നുണ്ട്, എന്തോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനി ഓപ്പോസിറ്റുള്ളൊരു പേഴ്സൺ നോർമൽ ലവബിൾ ആയിട്ടുള്ള ഷാർപ്പ് നോട്ടമല്ലാതെ വളരെ എന്തോ ഒന്ന് മോശമായിട്ട്, അത് എന്തോ പോലെ ഇങ്ങനൊരു നോട്ടം നോക്കത്തില്ലേ, ഒരു വല്ലാത്തൊരു നോട്ടം നോക്കുകയാണെങ്കിൽ നിങ്ങൾ വിചാരിച്ചോ അദ്ദേഹം എന്തോ ഒരു പ്രശ്നക്കാരനാണ്, അദ്ദേഹത്തിന് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. അത് വെറും പ്രോബ്ലം അല്ല, ചിലപ്പോൾ നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊരു പ്രോബ്ലം ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ തന്നെ ബാധിക്കുന്ന ഒരു പ്രോബ്ലം ആയിരിക്കാം. അപ്പോൾ അങ്ങനെ മോശമായിട്ടൊരു തുറച്ചു നോട്ടം ഒരാളിൽ നിന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് എസ്കേപ്പ് ആവുക, അവിടെ നിന്ന് പിന്നെ ആ ഒരു സ്പോട്ടിൽ നിങ്ങൾ നിൽക്കരുത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പുരികത്തിന് 3 രീതിയിലുള്ള പുരികം നമ്മൾ മൈൻഡ് റീഡ് ചെയ്യുമ്പോൾ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ വരുന്നത്. ഓക്കെ, അതിൽ ഒന്നെന്ന് പറയുന്നത് നമ്മൾ ഭയം, ഫിയർ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ആശ്ചര്യം. ഓക്കെ, ഒരു എക്സൈറ്റ്മെൻറ്റ്, ആശ്ചര്യം, അങ്ങനെ. പിന്നെ ആൻസൈറ്റി, ഉത്കണ്ഠ. ഈ 3 കാര്യങ്ങൾ നമുക്ക് പുരികം വഴി അറിയാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്, നമുക്ക് പുരികം വഴി നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുരികത്തിൻ്റെ പൊക്കലും താക്കലും ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇനി നമ്മൾ പറയുന്നത് പാരാ ലാംഗ്വേജിനെ കുറിച്ചാണ്. പാരാ ലാംഗ്വേജ് നമുക്കറിയാം, അതായത് പുരികം നമ്മൾ ഈ ഉഴപ്പായിട്ടുള്ള സംസാരം ഉണ്ടല്ലോ, ഉഴപ്പായിട്ട് ഒരാൾ സംസാരിക്കുകയാണ് നമ്മളോട്. അപ്പോൾ ഉഴപ്പായിട്ട് ഒരാൾ നമ്മളോട് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് കാര്യങ്ങൾ പറയുമ്പോഴും അദ്ദേഹം ആ കാര്യം കേൾക്കുന്നില്ല, പ്രോപ്പറായിട്ട് കേൾക്കാതെ ഒരു ഉഴപ്പ് മൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു ബോറിംഗ് രീതിയിൽ അദ്ദേഹം കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളെ ആ ഒരു പേഴ്സൺ ഇഷ്ടമല്ല. അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് ഇനി വലിയ രീതിയിൽ അറ്റാച്ച് ചെയ്യാനായിട്ട് പോവരുത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സർക്കാസം. എന്ത് കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും അത് എന്താണ്, എല്ലാം തമാശയായിട്ട് എടുത്തിട്ട് കളിയാക്കിയ ഒരു മെൻറ്റാലിറ്റിയിൽ പോകും.
ഒരു മെൻറ്റാലിറ്റിയിൽ പോവുകയാണെങ്കിൽ അത് നിങ്ങളോട് അത്ര ഇഷ്ടമൊന്നുമല്ല. എന്ന് വെച്ചാൽ ചെറിയ കളിയാക്കലൊന്നും അല്ല, അങ്ങനത്തെ കളിയാക്കൽ. നമ്മൾ കുറേ ആൾക്കാരിയ്ക്കുമ്പോൾ നമ്മളെ മാത്രം കുത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളുടെ കാര്യങ്ങൾ ഇഷ്ടമല്ലാത്തൊരു പേഴ്സൺ ആയിരിക്കും. ഇനി വേറൊരു കാര്യമുണ്ടല്ലോ, നമ്മളെ എപ്പോഴും പരിഹസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഈ പരിഹസിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ പരിഹസിക്കും, ചിലപ്പോൾ നീ ഇച്ചിരി മേടിക്കും, നീ ഇച്ചിരി നല്ല മാർക്കൊക്കെ മേടിക്കും, ഒന്ന് കാണട്ടെ എന്ന് മാർക്ക് മേടിക്കുന്ന ഇങ്ങനെ പരിഹസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. പുറമെ നമ്മുടെ മുന്നിൽ നിന്ന് പരിഹസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഇത് തമാശയായിട്ട് പരിഹസിക്കുന്ന ആൾക്കാർ നമ്മുടെ നന്മയായിരിക്കും പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അന്ന് വെച്ചാൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുകയാണ് എന്നാണ് അർത്ഥം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു സൈഡ് കണ്ണ്, ഒരു സൈഡിലോട്ട് മാത്രം, രണ്ട് കണ്ണുകളും ഒരു സൈഡിലേക്ക് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്, നമ്മളടുത്തേക്കല്ല. സംസാരിക്കുന്നതിൻ്റെ ഓരോ 2 മിനിറ്റ് ഇടവേളകളിലും കണ്ണൊരു സൈഡിലോട്ട് മാത്രം ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം എന്തോ കള്ളം ചെയ്തിട്ടുണ്ട്. ആ കള്ളത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ആ ഒരു സൈഡിലോട്ട് മാത്രം കണ്ണുകൾ പോകുന്നത്. സോ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ തലയാട്ടുക. അതായത് ഇത് ഞാൻ വളരെ സിമ്പിളായിട്ട് പറയാം. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ പണ്ട് ഏത് ടീച്ചർ എൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാലും ഫ്രണ്ട് ബെഞ്ചിൽ, എനിക്ക് നീളം കുറഞ്ഞുകൊണ്ട് ഞാൻ ഫ്രണ്ട് ബെഞ്ചിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് ടീച്ചർ എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എല്ലാം മനസ്സിലായ രീതിയിൽ ഞാൻ എപ്പോഴും തലയാട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ തലയാട്ടൽ എന്ന് പറയുന്നത് മൈൻഡ് റീഡിങ് ചെയ്യാൻ, തലയാട്ടുന്നവരെ കണ്ട് നമുക്ക് മൈൻഡ് റീഡ് ചെയ്യാൻ എളുപ്പമാണ്. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും രീതിയിൽ വന്നിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ സ്റ്റുഡൻസോ ടീച്ചേഴ്സോ ആര് കാണുന്നതാണെങ്കിൽ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ മുന്നിലൊരു സ്റ്റുഡൻറ്റ് ഇരിക്കട്ടെ, നിങ്ങളുടെ മുന്നിലൊരു പേഴ്സൺ ഇരിക്കട്ടെ, ആ ഒരു പേഴ്സൺ കണ്ടിന്യൂസ് ഇങ്ങനെ തലയാട്ടുകയാണെങ്കിൽ ആ ഒരു പേഴ്സൺ, ആ ഓപ്പോസിറ്റുള്ള പേഴ്സണിൽ നിന്ന് ഒരു അംഗീകാരം ആഗ്രഹിക്കുന്ന പേഴ്സണാണ്. ഫോർ എക്സാമ്പിൾ മനസ്സിലാക്കി പറയാം. അതായത് ഞാനിപ്പോൾ ഒരു സ്കൂളിൽ ക്ലാസ്സിലിരിക്കുകയാണ്. ആ ക്ലാസ്സിലിരിക്കുമ്പോൾ എൻ്റെ ടീച്ചർ എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ല, പൊതുവേ കുറച്ച് ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഒരു വട്ടമുള്ള തലയാട്ടലല്ല, കണ്ടിന്യൂസ് ഞാനിങ്ങനെ തലയാട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത്? ആ ടീച്ചറിന് മനസ്സിലാക്കിയെടുക്കണം എനിക്കെല്ലാം മനസ്സിലായി, എന്നെ വിളിക്കരുത്, എനിക്കെല്ലാം മനസ്സിലായി എന്ന് ആ ടീച്ചറിന് തോന്നണം. അത് ഞാനായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തലയാട്ടി കൊടുക്കുമ്പോൾ ആ ടീച്ചറിന് മനസ്സിലാവും, ഇവളെല്ലാം കേൾക്കുന്നുണ്ട്, ഇവള് ഗുഡ് ഗേൾ ആണ് എന്ന് തോന്നിപ്പിക്കണം. അതായത് നമ്മൾ എപ്പോഴും തലയാട്ടുന്നത് കൊണ്ട് ചിലർ വിചാരിക്കും അയാളെ പറ്റിക്കാമെന്ന്. പക്ഷേ മൈൻഡ് റീഡിങ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് നല്ല ഒറിജിനലായിട്ട് അവർക്ക് മനസ്സിലാവും, എക്സാക്റ്റ് ആയിട്ട് അവർക്ക് മനസ്സിലാവും നിങ്ങൾ കാണിക്കുന്നത് വെറും പ്രകടനം മാത്രമാണ്, നിങ്ങൾ ആക്ടിങ് ആണ് ചെയ്യുന്നത്. ഇടയ്ക്ക് തലയാട്ടുന്നത് പോലെയല്ല, കണ്ടിന്യൂസ് ആവർത്തിച്ച് തലയാട്ടുമ്പോൾ എന്തോ അംഗീകാരം, അതായത് അംഗീകാരം എനിക്ക് വേണം, എന്നെപ്പറ്റി നല്ലത് വിചാരിക്കണം എന്ന് തോന്നുന്നവരാണ് എപ്പോഴും കണ്ടിന്യൂസ് ഒരു കാര്യം സംസാരിക്കുമ്പോൾ ഇങ്ങനെ തലയാട്ടുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സമയം നോക്കുന്നത്, ഇടയ്ക്കിടയ്ക്ക് കാറിൻ്റെ കീ ഒക്കെ നോക്കുന്നത്, നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്ത് പറയുന്ന കാര്യത്തിൽ നിന്ന് ഫോക്കസ് വിട്ടിട്ട് ഇടയ്ക്ക് സമയം നോക്കുന്നത്, അതൊക്കെ ഫോക്കസ് വിടുന്നതിനൊരു എക്സാമ്പിളാണ്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചിൻ ആൻഡ് ജോയ് എന്ന് പറയും. നമ്മുടെ ചിൻ ആൻഡ് ജോയ്, നമ്മുടെ താടിയും ഈ ഒരു ഭാഗവും, നമ്മുടെ ചിലർ എപ്പോഴും ഇങ്ങനെ താടിയിൽ ഇങ്ങനെ പിടിച്ച് സംസാരിക്കുന്നവരുണ്ട്. ഒരാളോട് സംസാരിക്കുമ്പോൾ താടിയിൽ ഇങ്ങനെ പിടിച്ച് സംസാരിക്കുന്നത് എന്തെങ്കിലും ആശങ്ക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആലോചനയുള്ളവരായിരിക്കാം. എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇങ്ങനെ ആലോചിക്കുന്നവരാണ് എപ്പോഴും താടിയിൽ ഇങ്ങനെ പിടിച്ച് സംസാരിക്കുന്നത്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ താടിയോടൊപ്പം തന്നെ നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഈ ഒരു വശത്ത് മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്ത് വെക്കത്തില്ലേ, ഇവിടെ തന്നെ ഫോക്കസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് എന്തോ ആശങ്കയുണ്ട്, എന്തോ കാര്യങ്ങളിൽ ആശങ്കപ്പെട്ടിരിക്കുകയാണ്. ഇനി ചിലർ ഇനി നടത്തത്തിൻ്റെ കാര്യം പറയാം. നമ്മൾ ഒരാൾ നടക്കുകയാണ്, അയാൾ നടത്തത്തിലും ഉണ്ട് കേട്ടോ മൈൻഡ് റീഡിങ്. നമുക്ക് നടത്തത്തിലും അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വായിച്ചെടുക്കാൻ പറ്റും. ഒരാൾ നേരെ നിവർന്ന് നല്ല രീതിയിൽ നടക്കുകയാണെങ്കിൽ അദ്ദേഹം നേരെ നടത്തമാണ്, കോൺഫിഡൻ്റ് ഉള്ള ആളാണെന്ന് സൂചിപ്പിക്കുക. പക്ഷേ വേറൊരു കാര്യം കൂടിയുണ്ട്, അദ്ദേഹത്തിന് എന്തോ ഭയങ്കര സംഭവമാണ്, ഞാൻ വലിയ എന്തോ സംഭവമാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി ചിലർ ഭയങ്കര നേരെയൊക്കെ നടന്ന് ഭയങ്കര ഡീസൻ്റ് ആയിട്ടുള്ള നടന്ന് മാക്സിമം അഭിനയിച്ച് കാണിക്കും. ഇതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഒരാൾ കൂനിയിരിക്കുകയാണ്. സോ കൂനിയിരിക്കുമ്പോൾ നമ്മൾ പറയും നേരെ നടക്കുന്നുള്ള ഒരാൾക്കാണ് ഹൈലി കോൺഫിഡൻസ് ആയിട്ടുള്ള ഒരു വ്യക്തിയെന്ന്. പക്ഷേ കൂനി ഇരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഏറ്റവും കൂടുതൽ നമ്മൾ ഒരാൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെ കൂന് ഉള്ള ആൾക്കാർ, അവർ ഏറ്റവും കൂടുതൽ സർഗാത്മകമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഒത്തിരി ടാലൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതായിരിക്കും, ഒത്തിരി ടാലൻ്റ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കും, എപ്പോഴും ഇങ്ങനെ കുനിഞ്ഞിരുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവർ. അപ്പോൾ നമ്മൾ പറയും നേരെ ഇരിക്കുന്ന ആൾക്കാരായിരിക്കും എല്ലാം ഗ്രഹിക്കുന്നതെന്ന്. ഒരിക്കലും അല്ല, കുനിഞ്ഞിരിക്കുന്ന ആൾക്കാർ ഒത്തിരി കാര്യം ഒരേ നിമിഷത്തിൽ ചിന്തിച്ചുകൊണ്ട് അവർ പല രീതിയിൽ ഓരോ കാര്യം ചിന്തിച്ച് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കാം. സോ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇരിക്കുന്ന രീതി. ഒരാൾ ഇരിക്കുകയാണ്, അപ്പോൾ നമ്മളടുത്തിരിക്കുകയാണ്, നമ്മൾ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുകയാണ്, അദ്ദേഹം നമ്മുടെ അടുത്തിരുന്ന് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ കേൾക്കുകയാണെങ്കിൽ അദ്ദേഹം നല്ല രീതിയിൽ കേൾക്കുന്നത്, നമ്മൾ പറയുന്ന കാര്യം ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. ഇനി അദ്ദേഹം ഇങ്ങനെ എങ്ങനെയൊക്കെയോ വായി നോക്കി ഇരിക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്ന കാര്യം അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് അർത്ഥം. ഇനി ഒരാൾ നമ്മൾ ഇരിക്കുന്ന പൊസിഷൻ,
ഇങ്ങനെ കൈ കെട്ടിയിരിക്കുന്നു, കാല് ക്രോസ് ചെയ്തിരിക്കുന്നു, കൈ കെട്ടിയിരിക്കുന്നു, കാല് ക്രോസ് ചെയ്തിരിക്കുന്നു. ഓപ്പോസിറ്റുള്ള ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഒരു ബിസിനസ്മാൻ ആണ്, ഒരു ഇൻ്റർവ്യൂവിൽ ഇരിക്കുന്ന ഒരു പേഴ്സൺ ആണ്, അല്ലെങ്കിൽ നമ്മളൊരു വലിയൊരു ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുവാണ്. ആ ഒരു സമയത്ത് എൻ്റെ ഓപ്പോസിറ്റുള്ള എൻ്റെ ബിസിനസ് പാർട്ട്ണർ സാധാരണ ഇരിക്കുന്നതിൽ നിന്ന് കൈ കെട്ടിയിരുന്ന് കാല് ക്രോസ് ചെയ്യുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങളുടെ ബിസിനസ് പാർട്ട്ണറോ ആരാണെങ്കിലും കാല് ഇങ്ങനെ നമ്മൾ ക്രോസ് ചെയ്ത് ഇങ്ങനെ കാല് ക്രോസ് ചെയ്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു ബിസിനസ് നടക്കാൻ പോകുന്നില്ല. ഓക്കെ, അദ്ദേഹത്തിന് നിങ്ങളോട് വലിയ താല്പര്യമൊന്നുമില്ല. അതേ എങ്ങനെയെങ്കിലോ ഇതൊന്നും വലിയ നടക്കത്തൊന്നുമില്ല, ഞാനാണ് വലിയൊരു സംഭവം, അവനെ കൊണ്ടൊന്നും പറ്റത്തില്ല. ഇനി അദ്ദേഹം കൂടുതൽ ആധിപത്യം നേടാനായിട്ട് ശ്രമിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് എല്ലാം ഒരു പ്രൊഫഷണൽ ലുക്ക് തോന്നിക്കുന്നു. അതായത് പ്രൊഫഷണൽ ലുക്ക് തോന്നിച്ചുകൊണ്ട് അദ്ദേഹം എന്താണ് എല്ലാത്തിനും തടസ്സം തീർക്കാൻ ശ്രമിക്കുന്ന ഒരാളായിരിക്കും. നിങ്ങൾ ചിന്തിച്ചറിയാം, നിങ്ങളുടെ ബിസിനസ്സിൽ ആരാണെങ്കിലും ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ആൾ ഭയങ്കര പ്രൊഫഷണലായിട്ട് തോന്നിച്ചുകൊണ്ട് പക്ഷേ എല്ലാത്തിലും ഒരു ഈഗോ ഉള്ള പേഴ്സണും പൊസസീവ് ഉള്ള പേഴ്സണും എല്ലാ കാര്യങ്ങളും ആ പേഴ്സൺ ആയിരിക്കും തടസ്സം സൃഷ്ടിക്കാൻ നിൽക്കുന്നതും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ കൈ. അതായത് ഒരു കാര്യം നമ്മൾ പറയുകയാണ്, കൈ എപ്പോഴും ഇങ്ങനെ റബ്ബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, എന്ത് സംസാരിച്ചാലും ഇങ്ങനെ റബ്ബ് ചെയ്യുന്ന ആൾക്കാർ, അവർ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും. എപ്പോഴും ഇങ്ങനെ റബ്ബ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ, കൈ ഇങ്ങനെ കൂട്ടി ഉരച്ചുകൊണ്ടിരിക്കുന്നവർ, ആ ഒരു സ്പോട്ടിൽ തന്നെ നമുക്ക് അവിടെ ഒരു എനർജി പ്രൊഡ്യൂസ് ചെയ്യിപ്പിച്ച് എന്താണ് അവിടെ ചൂട് ഹീലിംഗ് ചെയ്ത് പല കാര്യങ്ങൾ ആലോചിച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ആലോചിച്ച് നിൽക്കുന്നവരായിരിക്കാം. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കൈയില്ലേ, അതായത് ഷേക്ക് ഹാൻഡ്സ് കൊടുക്കുന്നു, ഹാൻഡ് ഷേക്ക് കൊടുക്കുന്നു. ഒരാൾ ഷേക്ക് ഹാൻഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വന്ന് പെട്ടെന്ന് കൈ എടുത്ത് മാറ്റുകയാണ്. എൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് ചെയ്യുന്നൊരു പാർട്ണർ, അല്ലെങ്കിൽ ഞങ്ങൾ ഫസ്റ്റ് കണ്ട ഒരാൾക്കാരാണ്, ഫസ്റ്റല്ല കുറച്ച് നാൾ കണ്ടു പരിചയമുള്ള ഒരാൾക്കാരാണ്. അപ്പോൾ കൈ ഷേക്ക് ഹാൻഡ്സ് കൊടുക്കുമ്പോൾ ഇച്ചിരി, അതായത് കൈ കൂട്ടിച്ചേർത്ത് പിടിക്കാതെ പെട്ടെന്ന് ഇങ്ങനെ വന്നിട്ട് ജസ്റ്റ് പിടിച്ച് മാറ്റുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ചോ, നിങ്ങളോട് വലിയ ഇൻട്രസ്റ്റും കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന് ഇവരിൽ നിന്ന് രക്ഷപ്പെടാനുള്ള രീതിയാണ് കാണിക്കുന്നത്. ഇനി ഒരാൾ നിങ്ങൾ കോൺഫിഡൻറ്റോടെ ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ അയാൾക്ക് നിങ്ങളോട് ഉള്ള സംസാരവും കാര്യങ്ങളും നല്ല കോൺഫിഡൻ്റ് ആയിട്ടാണ് ആ കാര്യങ്ങൾ ചർച്ച ചെയ്തു പോകുന്നത്. നിങ്ങളോട് അദ്ദേഹത്തിന് നല്ല താല്പര്യമുണ്ട്. ആ ഒരു ബിസിനസ് ആണെങ്കിലും മുന്നോട്ട് പോകുന്ന പല കാര്യങ്ങളോടും നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമുള്ളൊരു പേഴ്സൺ ആയിരിക്കും. ഇനി അതായത് ഇങ്ങനെ സംസാരിച്ചിട്ട് പെട്ടെന്ന് കൈയെടുത്ത് സ്പോട്ടിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് കൈ എടുക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ വിചാരിച്ചോ നിങ്ങളോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ഇനി കൈ പിടിച്ചിട്ട് ഇങ്ങനെ ഞെരുക്കുന്ന ആളുണ്ടല്ലോ, അതായത് ഇങ്ങനെ ഷേക്ക് ഹാൻഡ്സ് കൊടുക്കുന്ന രീതിയിൽ കൈ ഇങ്ങനെ ഞെരുക്കുന്നവരുണ്ട്. അങ്ങനെ ഞെരുക്കുന്നവരാണെങ്കിൽ ലൈഫിൽ ഭയങ്കര അരോചകമുള്ളവരായിരിക്കും. എപ്പോഴും ഇങ്ങനെ നമ്മൾ വഴക്കാളികളെന്ന് പറയത്തില്ലേ, വഴക്കാളി, വെറുതെ ബിസിനസ്സിലും കാര്യങ്ങളും ഇങ്ങനെയൊക്കെ കൈ പിടിച്ച് ഞെരുക്കുന്നവരൊക്കെ ആലോചിക്കുക, പല രീതിയിൽ നമ്മളെ മിസ്യൂസ് ചെയ്യാനോ എന്തെങ്കിലും രീതിയിൽ പ്രവർത്തിക്കുന്നവരായിരിക്കാം മേ ബി വരുന്നത്. ഇനി മുന്നോട്ട് നോക്കി എപ്പോഴും നേരെ നോക്കി കാര്യങ്ങൾ ഗ്രഹിച്ച് എല്ലാം കേട്ട് ഒറ്റ രീതിയിൽ തലയാട്ടി നേരെ ഇരിക്കുന്നവർ ഭയങ്കര പ്രൊഫഷണൽ വേ ഉള്ളവരായിരിക്കും, പല കാര്യങ്ങളും ചിന്തിക്കുന്നവരായിരിക്കാം, ഇരിപ്പിലും നടപ്പിലും ഒരു ബഹുമാനം മറ്റുള്ളവരോട് കൊടുക്കുന്നവരും ആയിരിക്കാം. ഓക്കെ, പ്രോപ്പറായിട്ടുള്ള ഇരുത്തത്തിലൊക്കെ ഭയങ്കര ഒരു ബഹുമാനം റെസ്പെക്റ്റിനെ സൂചിപ്പിക്കുന്ന ഒരു അടയാളമാണ് നമ്മളെ ഇരിപ്പെന്ന് പറയുന്നത്. നേരെ ഇരിക്കുന്നതും കുനിഞ്ഞിരിക്കുന്നതും കാല് വെച്ചിരിക്കുന്ന രീതിയൊക്കെ നമ്മളുടെ ബഹുമാനത്തിൻ്റെ സൂചകമായിട്ട് നമുക്ക് സൂചിപ്പിക്കുന്നതായിരിക്കും. ഇനി അടുത്തതെന്ന് പറയുന്നത് കാല്, നമ്മൾ ഇരിക്കുന്ന കാൽപാദം ഇല്ലേ, കാൽപാദം നമ്മൾ നേരെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഈ കാൽപാദം നേരെ വെക്കുകയാണെങ്കിൽ ആ ഒരു പേഴ്സൺ നല്ലൊരു പേഴ്സൺ ആണ്, കാരണം അദ്ദേഹം നമ്മളോട് നല്ല രീതിയിലാണ് എന്ന് മനസ്സിലാക്കാം. ഇനി ചിലവരിങ്ങനെ ക്രോസ് ചെയ്ത് വെക്കും, അവർ നമ്മളോട് എന്തൊക്കെ തടസ്സം തീർക്കുന്ന ആളാണ്, വലിയ താല്പര്യമൊന്നുമില്ല. ഇനി കാല് ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു കാല് ഒരു സൈഡിലോട്ട് മാത്രം ഇങ്ങനെ ഇരുന്നിട്ട് കാല് പെട്ടെന്ന് ഒരു സൈഡിലോട്ട് ആക്കുകയാണെങ്കിൽ നിങ്ങൾ വിചാരിച്ചോ നിങ്ങൾ സംസാരിച്ച് അദ്ദേഹത്തിന് ഇപ്പോൾ നിങ്ങളോട് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല. അതുകൊണ്ടാണ് കാലിങ്ങനെ ഒരു സൈഡ്. ബോഡി ലാംഗ്വേജ് അയാൾ തന്നെ അറിയാതെ കാണിക്കുന്ന കുറച്ച് സൂചനകളാണ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരാളുടെ ചെരുപ്പിൽ നിന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിന് നമുക്ക് മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റും. ഒരു ചെരുപ്പ് അദ്ദേഹം ഇടുകയാണ്, അപ്പോൾ ആ ചെരുപ്പ് ഭയങ്കര വൃത്തിയുള്ള ചെരുപ്പാണ്. വൃത്തിയുള്ള ചെരുപ്പ് ഇടുമ്പോൾ ആ ഒരു പേഴ്സണെ നമുക്കറിയാൻ പറ്റും അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ആൻസൈറ്റി ഉള്ള പേഴ്സണാണ്. അതായത് നാട്ടുകാരെന്ത് വിചാരിക്കും, ഈ ചെരുപ്പ് ഇട്ട് കഴിഞ്ഞാൽ കൊള്ളാത്ത ചെരുപ്പിട്ട് കഴിഞ്ഞാൽ ആൾക്കാർ കാണുമല്ലോ. അപ്പോൾ അങ്ങനെ ആൻസൈറ്റി എന്തെങ്കിലും ഉള്ള ആൾക്കാരാണ് ഭയങ്കര 24 മണിക്കൂർ വൃത്തിയായിട്ട് ഇങ്ങനെ കൊണ്ട് മറ്റുള്ളവർ എന്ത് വിചാരിക്കണം, എന്നെപ്പറ്റി നല്ലത് വിചാരിക്കണം. അപ്പോൾ ഉള്ളിലൊരു ആൻസൈറ്റി ഉണ്ടാവും. ആ ആൻസൈറ്റിയിൽ നിന്ന് ചെയ്യുന്നവരായിരിക്കാം ഇത്. ഇനി സാധാരണ ചെരുപ്പ്, ലോക്കലായിട്ട് നോർമൽ ചെരുപ്പുകൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. സാധാരണഗതിയിലുള്ള ആൾക്കാർ നമ്മളെപ്പോലെ സാധാരണ ആൾക്കാരാണ്. ഇനി എപ്പോഴും നമ്മളിങ്ങനെ ബൂട്ട് പോലുള്ള ഇങ്ങനെ പൂട്ടിയുള്ള മൊത്തമുള്ള ഷൂ ഇല്ലേ, മൊത്തം കവർ ചെയ്ത് കാല് മൊത്തം കവർ ചെയ്തിട്ടുള്ള ആൾക്കാർ, എനിക്ക് കാല് പോലും
പുറത്ത് കാണരുത്, മൊത്തം കവർ ചെയ്യണം, എനിക്ക് ഭയങ്കര ചെളിയിലൊന്നും തൊടാൻ പാടില്ല, അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ. സോ അങ്ങനെയുള്ള ആൾക്കാരെന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ സംതിങ് അവർക്കൊരു അക്രമവാസനയുള്ള ആൾക്കാരായിരിക്കാം. സോ എന്തെങ്കിലും ഒരു ക്രിമിനൽ, എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ അക്രമവാസനയും കാര്യങ്ങളും ഒക്കെയുള്ള ആൾക്കാരായിരിക്കാം. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ അപ്പിയറൻസ്. നമ്മൾ ബോഡി ലാംഗ്വേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കൂടിയാണ് ബോഡി ലാംഗ്വേജ് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ മുടി എന്ന് പറയുന്നത്. നമ്മളൊരു ജോലി സ്ഥലത്താണെങ്കിലും ജോലി സ്ഥലത്ത് നമ്മൾ ഷൂട്ടിന് നമ്മൾ അല്ലെങ്കിൽ ടീച്ചിങ് പല പ്രൊഫഷനുകളും നമ്മൾ പോകുമ്പോൾ മുടി കെട്ടിവെക്കുന്ന രീതിയുണ്ട്. നമ്മളിപ്പോൾ ഒരു എന്താണ് ടെക്സ്റ്റൈൽ ഷോപ്പിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കത്തില്ല. ഓക്കെ, അവർക്ക് അവരുടേതായിട്ടുള്ള എന്താണ് പുട്ടപ്പൊക്കെ ചെയ്തിട്ട് നല്ല രീതി വൃത്തിയായിട്ട് നിൽക്കും. ഇനി കുക്ക് ചെയ്യുന്ന സമയത്ത് അവരെന്താണ് കവർ ചെയ്തിട്ടുള്ള ഇടും. അങ്ങനെ പല രീതിയിലാണ്. അപ്പോൾ നമുക്ക് അവരെ അറിയാൻ പറ്റും ഏത് രീതിയിലാണെന്ന്. അപ്പോൾ ഒരു മുടി അതായത് സാധാരണ ഇങ്ങനെ കെട്ടിവെക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ കെട്ടിവെക്കുന്ന ലൈഫിനെ എല്ലാം ഒരേ രീതിയിൽ കൊണ്ടുപോകുന്നു. ഓക്കെ, ഭയങ്കര വൃത്തി, അങ്ങനെ ഒരു മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഇനി ഭയങ്കര ഇങ്ങനെ ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഇങ്ങനെ ഇടുന്നവരില്ലേ, ഇങ്ങനെ ഇടുന്നവർ അവരുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ മറ്റു പല കാര്യങ്ങൾക്കും സർഗ്ഗാത്മകത, ടാലൻറ്റ്, മറ്റ് പല കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ചെയ്ത് ജീവിക്കുന്നവരായിരിക്കും. അതായത് സർഗ്ഗവാസന, അതായത് വൃത്തിയില്ലെങ്കിൽ കൂടി അവർക്ക് എന്ന് വെച്ചാൽ ഇങ്ങനെ മുടി ഇടുന്നതെന്ന് വെച്ചാൽ വൃത്തിയില്ലാത്തതിൻ്റെ അടിസ്ഥാനമൊന്നുമല്ല, എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് കംഫർട്ടബിൾ, എന്തൊക്കെയോ മറ്റു കാര്യങ്ങൾ ചിന്തിക്കുന്നു, ഭയങ്കര എന്താണ് ഇങ്ങനെ ക്യൂരിയോസിറ്റിയോട് കൂടി ഓരോ കാര്യങ്ങൾ നോക്കിക്കാണുന്നു, മറ്റുള്ളവരുടെ മനസ്സ് വായിക്കുന്നു. ചിലരിങ്ങനെ താടിയൊക്കെ വളർത്തി, നിങ്ങൾ സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ടില്ല. അപ്പോൾ പല രീതിയിൽ, അപ്പോൾ എന്താണ് പല കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടുന്ന ആൾക്കാരായിരിക്കും അവർ. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ചിന്ത കൊടുക്കാതെ, സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ ചിന്ത കൊടുക്കാതെ, അതായത് പുറമെയുള്ള മറ്റുള്ള ആൾക്കാരിലേക്ക് ചിന്ത കൊടുത്ത് അവരുടെ മനസ്സറിയാൻ ശ്രമിക്കുന്നവരായിരിക്കും. സോ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്കുണ്ട്. അതുപോലെ തന്നെ തീരെ നമ്മൾ ഒട്ടും വൃത്തിയില്ല, അതായത് ഡ്രസ്സിങ്ങിൽ വൃത്തിയില്ല, ഇരിക്കുന്ന രീതി വൃത്തിയില്ല, ഇതൊക്കെ വൃത്തിയില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ആലോചിച്ചു ആ ഒരു പേഴ്സൺ മടിയുള്ളവരാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണെങ്കിൽ, സ്ത്രീകൾക്ക് ഈ പുരുഷന്മാരുടെ കാര്യം പറയുകയാണെങ്കിൽ സ്ത്രീകൾക്കാണെങ്കിൽ അവർ ഈ വൃത്തിയില്ലാത്ത പങ്കാളികളെ ഭയങ്കര തീരെ ഇഷ്ടമല്ലെന്നാണ് പൊതുവെ പഠനങ്ങൾ പറയാറുള്ളത്. വൃത്തിയില്ലാത്തവരാണെങ്കിൽ അവരെപ്പോഴും നോക്കും. ഈ സ്ത്രീകളാണെങ്കിൽ കണ്ടിട്ട് മേക്കപ്പ് ചെയ്യുന്നവരായിരിക്കും. മേക്കപ്പ് ചെയ്യത്തില്ലെങ്കിൽ കൂടിയും എപ്പോഴും ഒരു അല്ലാതെ വൃത്തിയായിട്ട് നടക്കുന്നവരായിരിക്കും. ഏറെക്കുറച്ച് സ്ത്രീകൾ വൃത്തിയായിട്ട് നടക്കുന്നവരായിരിക്കും. സോ അപ്പോൾ അവർക്ക് ഓപ്പോസിറ്റുള്ള ഒരു പാർട്ട്ണർ എന്ന് പറയുന്നത് എപ്പോഴും വൃത്തിയായിട്ട് നടക്കുന്നതാണ് അവർക്ക് ഇഷ്ടം. 10 പേര് കൂടുന്നിടത്ത് ഹസ്ബൻഡിനെ എൻ്റെ പാർട്ട്ണറെ കൊണ്ടുപോകുമ്പോൾ ഇതാണ് എൻ്റെ പാർട്ട്ണർ എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി വൃത്തിയായിട്ട് നടക്കുക. അവിടെ സൗന്ദര്യമല്ല അടിസ്ഥാനം, വൃത്തിക്ക് കൂടുതൽ അടിസ്ഥാനം കൊടുക്കും. ഇപ്പോൾ ആൺകുട്ടികളാണെങ്കിലും നേരെ തിരിച്ച് ഇങ്ങനെ തന്നെയായിരിക്കും പലപ്പോഴും ചിന്തിക്കുന്നത്. അവരും എന്താണ് വൃത്തി എന്ന് പറയുന്ന കാര്യം പ്രോപ്പറായിട്ട് നോക്കുന്നുണ്ടായിരിക്കും. ഇനി നിങ്ങൾക്ക് മറ്റൊരു കാര്യം ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ ബോഡി ലാംഗ്വേജ്. ഒരാൾ കോപ്പിയിങ് യുവർ ബോഡി ലാംഗ്വേജ്. നിങ്ങളുടെ ബോഡി ലാംഗ്വേജ്, നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഇമിറ്റേറ്റ് ചെയ്യും. അയാൾ അറിയാതെ തന്നെ അയാളുടെ ചേഷ്ടകൾ നമ്മളെപ്പോലെ വരുന്നെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, ആ ഒരു പേഴ്സൺ നിങ്ങളോട് എന്തോ സംതിങ് ലവ് ഉണ്ട്, നിങ്ങളോട് സോൾ കണക്റ്റഡ് ആണ്. ആ ഒരു സോളിനെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ലൈഫ് ലോങ് മുഴുവൻ നിങ്ങൾ ഹാപ്പി ആയിരിക്കും. കാരണം നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും സോൾ കണക്റ്റഡ് ആയി കഴിഞ്ഞു. അപ്പോൾ ആ ഒരു കണക്റ്റഡ് ആയിട്ടുള്ള സോൾ എന്ന് പറയുന്നത് വളരെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ലൈഫിൽ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ലൈഫായിരിക്കും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം പരസ്പരം അറിഞ്ഞ് ജീവിക്കാൻ രണ്ട് സോളിനും സാധിക്കുന്നുണ്ട്. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ സോള് തമ്മിൽ കണക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരായിരിക്കും കോപ്പിംഗ് യുവർ ബോഡി ലാംഗ്വേജ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ആരെങ്കിലും, നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിലും നിങ്ങളുടെ പാർട്ട്ണർ ആണെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ ചെയ്യുന്ന പല ചേഷ്ടകളും അദ്ദേഹം ചെയ്യുന്നുണ്ടെങ്കിൽ, അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ചെയ്യല അറിയാതെ തന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുക നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ളൊരു പാർട്ട്ണറിനെ അല്ലെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ളൊരു ലവറിനെ, ബെസ്റ്റ് ആയിട്ടുള്ള ഫ്രണ്ടിനെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ലൈഫ് ലോങ് മുഴുവൻ അത് കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. സോ ഇങ്ങനെയുള്ള കുറച്ച്, ഇപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ഇത് പൊതുവേ നമുക്ക് ഒരു പേഴ്സൻ്റെ ഒരാളുടെ പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ നമുക്ക് എങ്ങനെയാണ് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുക, അതായത് അട്രാക്റ്റ് ചെയ്യുന്നതിലുപരി ഒരാളുടെ മനസ്സ് വായിക്കുക. ഇന്നത്തെ ചതിയും വഞ്ചനയും നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ ഒരാളുടെ മനസ്സ് വായിക്കാൻ പഠിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരാളുടെ മനസ്സ് വായിക്കാൻ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അദ്ദേഹത്തിനെ കുത്തി നോയിപ്പിക്കാൻ സാധിക്കില്ല. ഇനി അദ്ദേഹത്തിന് എന്തെങ്കിലും വിഷമം ഉണ്ടാക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് അവിടുന്ന് മാറി നമുക്ക് മറ്റൊരു രീതിയിൽ ചിന്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരാളുടെ മനസ്സറിയുന്ന ഒരു യന്ത്രം നമ്മൾ പലപ്പോഴും ആഗ്രഹിച്ചിട്ടില്ലേ, അയാളുടെ മനസ്സൊന്ന് എനിക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ലക്കിയായിട്ട് പിന്നെ എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ഈ ഒരു വക കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ ഇത് കുറച്ച് പാർട്ട് മാത്രമേ ഉള്ളൂ, നമ്മുടെ മൈൻഡ് റീഡിങ്ങിൻ്റെ കുറച്ച് പാർട്ട് മാത്രമേ ഉള്ളൂ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഒരാളുടെ മനസ്സ് വായിക്കാൻ സാധിക്കും. അയാൾ അറിയാതെ തന്നെ അയാളുടെ മനസ്സ് വളരെ ഈസി ആയിട്ട് വായിക്കാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു രീതിയിൽ ഞാൻ ഇവിടെ ലാഗ് കൊണ്ടുവന്നിട്ടില്ല, എല്ലാം വളരെ സ്പീഡായിട്ട് ഒറ്റ ടേക്കിന് പറഞ്ഞാണ് ഞാൻ പോയിട്ടുള്ളത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് കമൻറ്റ് ബോക്സിൽ വന്ന്
നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇനി ഏത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് വേണം, നിങ്ങൾ ഇപ്പോൾ വീഡിയോസ് ഏത് രീതിയിലുള്ള കോണ്ടന്റ് വേണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ആ രീതിയിലുള്ള കോണ്ടന്റുകൾ കമ്മിങ് എപ്പിസോഡുകളിൽ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഡെയിലി വീഡിയോസ് എന്ന രീതിയിലാണ് ഇട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ താഴെ സബ്സ്ക്രൈബ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ബെല്ലൈക്കണും ഉണ്ട്. ആ ഒരു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ, ഞാൻ കറക്റ്റ് വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ കൂടുതൽ വീഡിയോ ആയിട്ട് കാണുന്നവരെ നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പോൾ ടാറ്റാ, ബൈ.